ഇപ്രാവശ്യത്തെ തീം കൊടുത്തിരിക്കുന്ന കണക്ടിങ് പീപ്പിൾ ആൻഡ് പ്ലാൻസ്, എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. ടോപ്പിക് വളരെ വളരെ വ്യത്യസ്തമാണ്. ഇതൊരു ഡിജിറ്റൽ ഇന്നോവേഷൻ, ആധുനിക ടെക്നോളജി, ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ എന്നുള്ള അതാണ് നമ്മുടെ തീം. പക്ഷെ ഞാൻ അതിലേക്കല്ല പോകുന്നത്. പൊതുവേ ഉള്ള നേച്ചർ കൺസർവേഷൻ ഇഷ്യൂസ് ആണ്. അപ്പൊ നേച്ചർ കൺസർവേഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചൊരു ഗ്ലോബൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയേണ്ടി വരും. എങ്ങനെയാണ് ഇന്നത്തെ നമ്മൾ കാണുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിയത് എന്നുള്ളത്. അപ്പൊ എപ്പോഴും നമ്മൾ പറയുന്ന ഒന്ന് സൈലന്റ് സ്പ്രിംഗ് ആണ്, 1962 റേച്ചൽ കാഴ്സന്റെ പുസ്തകം. അതിൽ DDT കാരണം നഷ്ടപ്പെടുന്ന ജീവനുകളെ കുറിച്ചും അതുണ്ടാക്കാൻ പോകുന്ന വലിയ ഭവിഷ്യത്തുകളെ കുറിച്ചൊക്കെ ഉള്ള ഒരു വറി, അതൊരു ലാൻഡ്മാർക്കാണ്. രണ്ടാമത്തത്, അത് കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞിട്ട് 1972 UN കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ്. ഒരുപക്ഷെ ആദ്യമായിട്ട് ഹ്യൂമൻ എൻവയോൺമെന്റ് ആയിട്ട് നിൽക്കുകയും ഹ്യൂമനായിട്ട് നിൽക്കുന്നിടത്തുനിന്ന് ഹ്യൂമൻ എൻവയോൺമെന്റ് എന്നുള്ള ഒരു കോർഡിനേഷൻ വന്ന ഒരു സമയം. മനുഷ്യന് നിലനിൽക്കണമെങ്കിൽ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ചെയ്തേ ഒക്കൂ എന്നൊരു തോന്നൽ വന്നൊരു സമയമാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് UN കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ്. അത് 72 ആണ്. അന്ന് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. തിരിച്ച് വന്നിട്ട് ഒരുപാട് ലെജിസ്ലേഷൻസും അന്ന് അവിടെ എടുത്ത തീരുമാനങ്ങൾക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. സത്യത്തിൽ ഇതൊക്കെയാണ് ഒരു നേച്ചർ കൺസർവേഷൻ എന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. പിന്നത്തെ ഒന്ന് എർത്ത് സമ്മിറ്റ് ആണ്, പറയാതിരിക്കാൻ പറ്റില്ല. ആദ്യത്തെ ജൈവ വൈവിധ്യ സന്ധി, അല്ലെങ്കിൽ കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, അത് ഇതിനകത്താണ് വരുന്നത്. അപ്പൊ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്നുള്ളത് വലിയൊരു ബിംബമായിട്ട് അല്ലെങ്കിൽ വലിയൊരു ഒരു സബ്ജക്റ്റായിട്ട് ലോകത്തിലെ കോൺഫറൻസുകളിൽ വന്നൊരു സമയം 92. അതൊരു ലാൻഡ്മാർക്കാണ്. 72 ശേഷം 20 കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പൊ ഇത്തരം ലാൻഡ്മാർക്കുകളെ കുറിച്ച് നമ്മൾ ഓർക്കുന്ന നന്നായിരിക്കും. 62, 72, 92. ഇതിൽ നിന്നാണ് ബാക്കിയുള്ള ഡെവലപ്മെന്റ്സ് പലതും ഉണ്ടാവും. നമ്മൾ പലതിനും സിഗ്നേറ്ററിയാണ്. അപ്പൊ സിഗ്നേറ്ററി ആകുമ്പോൾ രാജ്യത്തിന്റെ പല നിയമങ്ങളും അതല്ലെങ്കിൽ പല പോളിസികളും അതിനനുസരിച്ച് പാകപ്പെടുത്തേണ്ടി വരും. അതൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് സത്യത്തിൽ നമ്മളെ പലതിലും സഹായിക്കുന്നതും നമ്മൾക്ക് റെപ്രസെന്റ് ചെയ്യാനുള്ള അവസരങ്ങൾ വരുന്നതും ഒക്കെ ഈ ഗ്ലോബലായിട്ട് വന്ന ചില മാറ്റങ്ങളാണ്. അതിനനുസരിച്ച് നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. ചിലയിടത്തൊക്കെ നമ്മൾ വളരെ അഹെഡ് ആയിരുന്നു. അവരെക്കാളും മുമ്പേ തന്നെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നുണ്ട്. അതില് ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ 48A പറയുന്ന എന്താണ്, അത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണെന്നുള്ളതും കൂടിയാണ്. നമ്മുടെ പല നിയമങ്ങളും ഒക്കെ അതിനൊക്കെ അനുസരിച്ചാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണോ പല നിയമങ്ങളും എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് നിരക്കുന്നതല്ല, കോൺസ്റ്റിറ്റ്യൂഷനോട് പ്രതിബദ്ധതയുള്ളതല്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഇവിടെ ഈ സ്റ്റേറ്റിന്റെ ഒരു എൻഡോവർ ആയിട്ടാണ് പ്രൊട്ടക്ഷൻ ഓഫ് നേച്ചർ എന്നിരിക്കുന്നത്. അതാണ് സേഫ് ഗാർഡ് ദ ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഓഫ് ദി കൺട്രി. അത് സ്റ്റേറ്റ് ആണ് ചെയ്യേണ്ടത്, ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത്. അത് നമ്മുടെ ഭരണഘടനയിൽ ലിഖിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ 51AG പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് നാച്ചുറൽ എൻവയോൺമെന്റ് ഇൻക്ലൂഡിംഗ് ഫോറസ്റ്റ്, ലേക്സ്, റിവേഴ്സ് ആൻഡ് വൈൽഡ് ലൈഫ് ആൻഡ് ഹാവ് കമ്പാഷൻ ഫോർ ലിവിംഗ് ക്രീച്ചേഴ്സ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. അതല്ലേ ഈ കമ്പാഷൻ ഫോർ ലിവിംഗ് ക്രീച്ചേഴ്സ് എന്നുള്ളത്. ഹാവ് കമ്പാഷൻ ഫോർ ലിവിംഗ് ക്രീച്ചേഴ്സ്, അനുതാപം ഉണ്ടാവുക, കമ്പാഷൻ ഉണ്ടാവുക. ലോകത്തിലെ ഏതെങ്കിലും ഭരണഘടനയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അത് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ ഞാനിത് അവസാനത്തെ വരാം, ഈ മാനേജ്മെന്റ് കോൺഫ്ലിക്റ്റ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഈ അനുതാപം എന്ന് നമ്മുടെ ഭരണഘടനയെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നമ്മളിപ്പോ 72 വൈൽഡ് ലൈഫ് ആക്ടും ഒക്കെ വലിച്ചെറിയേണ്ട സമയമായി, അതിനെ അമെൻഡ് ചെയ്യണം എന്നൊക്കെ പറയുന്ന വലിയ ബഹളങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കാടിറങ്ങുന്ന എല്ലാ മൃഗങ്ങളെയും വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ അപ്പോഴും അങ്ങനെ ഒന്ന് നിയമമൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ഭരണഘടനയിൽ ഈ കമ്പാഷൻ ടു ലിവിങ് ക്രീച്ചേഴ്സ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. ഒരു രാജ്യത്തിന്റെ എത്തോസുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിന്റെ ഭരണഘടനയൊക്കെ വരിക. അപ്പോൾ അതിൽ ഇംപ്രിന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഭരണഘടന റിഫ്ലക്ട് ചെയ്യും. അങ്ങനെ വന്നതായിട്ട് തന്നെ നമ്മൾ കണക്കാക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് പറയുന്നതും ഇതിനെപ്പറ്റി ചിന്തിക്കുന്നതും ഈ കമ്പാഷൻ ഫോർ ലിവിങ് ക്രീച്ചേഴ്സ് എന്നുള്ളതാണ്. നമ്മൾ പറയാറുണ്ട് പൊതുവെ, സം പീപ്പിൾ ക്യാൻ ലിവ് വിത്തൗട്ട് വിൽഡേർനെസ് അറൗണ്ട് ബട്ട് സം പീപ്പിൾ കനോട്ട്. അതായത് ഒരു വന്യത ചുറ്റുമില്ലാതെ ചിലർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. വന്യത എന്ന് പറയുന്നത് പ്രകൃതി തന്നെയാണ്. അത് ചുറ്റുമില്ലാതെ ചിലർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, മറ്റു ചിലർക്ക് അത് പറ്റും. അത് പറ്റാത്തവരുണ്ട്. വന്യത ചുറ്റുമില്ലാതെ ജീവിക്കാൻ പറ്റാത്തവരുടെ ഒരു മനസ്ഥിതി വെച്ചിട്ട് തീർച്ചയായിട്ടും കമ്പാഷൻ ഫോർ ലിവിങ് ക്രീച്ചേഴ്സ് കാര്യം പ്രിന്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതില് ഈ 72 ഈ സബ്മിറ്റ് കഴിഞ്ഞ പിന്നെ UN കോൺഫറൻസ് കഴിഞ്ഞ പിന്നെ സത്യത്തില്
തിരിച്ചു വന്ന പ്രൈം മിനിസ്റ്റർ ഒരുപാട് അനാക്ട്മെന്റ്സ് കൊണ്ടുവരുന്നുണ്ട്. എൻവയോൺമെന്റ് കൺസർവേഷൻ ലെജിസ്ലേഷൻസ് ഇന്ത്യയുടെ ഒരു ചരിത്രമുണ്ട്. അതെടുത്ത് നോക്കി കഴിഞ്ഞാൽ വൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി കമ്മിങ് ബാക്ക് ഓഫ് പ്രൈം മിനിസ്റ്റർ. കാരണം അപ്പോഴെല്ലാവരും പറയുന്നുണ്ട് നിങ്ങളുടെ വൈൽഡ് ലൈഫ് ഏതാനും കൊല്ലങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ അപ്രത്യക്ഷമാകും. പ്രത്യേകിച്ച് ഈ കരിസ്മാറ്റിക് സ്പീഷീസിനാണ് അവർ എയിം ചെയ്യുന്നത്. ടൈഗർ, എലിഫന്റ്, ഇങ്ങനെയുള്ള അതുപോലെ സ്നോ ലെപ്പേർഡ്, ഇത്തരം ആനിമൽസിനൊക്കെയാണ് പുറത്ത് പലപ്പോഴും അറിയപ്പെടുന്നത്. അപ്പോൾ അവര് അതിന്റെ പ്രൊട്ടക്ഷൻ നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ, കാരണം ഇത് ഭയങ്കരമായിട്ട് നായാടപ്പെടുന്നുണ്ട്, വെടിവെച്ച് കൊല്ലപ്പെടുന്നുണ്ട്. പക്ഷെ ബാക്കി പല രാജ്യങ്ങളും നടന്നതിനേക്കാളും സ്ലോ പേസിലാണ്. ഏതോ തരത്തിൽ നമ്മുടെ അകത്ത് തന്നെ ഈ കൺസർവേഷൻ എന്നുള്ള ഒരു ആസ്പെക്ട് ഉണ്ടായിരുന്നു. അതാണ് അഭയാരണ്യം എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ വളരെ പണ്ട് തന്നെ ഉണ്ടായിരുന്നു. ഈ ഹാത്തി ഫോറസ്റ്റ്, ഹാത്തി വൻ, ആനകളെ സംരക്ഷിക്കാനുള്ള പ്രദേശങ്ങൾ. കാരണം ആന ഉപകാരമുള്ള ഒരു മൃഗമാണ്. അപ്പൊ അതിന്റെ ബ്രീഡിങ് ക്യാപ്റ്റിവിറ്റിയിൽ നടത്താൻ ബുദ്ധിമുട്ടാണ്. അത് നാച്ചുറൽ കണ്ടീഷൻ മാത്രമേ നടക്കുള്ളൂ. അതിനുള്ള വലിയ വിസ്തൃതിയിലുള്ള വനങ്ങൾ, ആനയ്ക്ക് ബ്രീഡ് ചെയ്യണമെങ്കിലും അതിവിസ്തൃതമായിട്ടുള്ള വനങ്ങളുമാണ്. അതിനുവേണ്ടി അത്തരം വനങ്ങൾ സംരക്ഷിക്കണമെന്ന് വളരെ പണ്ടേ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 72 കിട്ടിയുള്ള ഈ ഒരു ഉപദേശം കഴിഞ്ഞിട്ട് ഈ കരിസ്മാറ്റിക് ആനിമലായ ടൈഗറിന് വേണ്ടി എന്തെങ്കിലും ചെയ്തേ വെക്കൂ എന്നുള്ളതാണ്. കാരണം ടേൺ ഓഫ് ദി സെഞ്ചുറി, 20th സെഞ്ചുറിയിലെ ഏകദേശം 40,000 കടുവകളുള്ള സ്ഥാനത്ത് 70 ആദ്യത്തിൽ അത് ഒരു 2000 ചുരുങ്ങുന്നതായിട്ട് പലരും പറയുന്നുണ്ട്. കൃത്യമായിട്ട് സെൻസസ് നടത്തിയിട്ടൊന്നുമല്ല, പക്ഷെ അങ്ങനെ സജഷൻ നടത്തുന്നു WWF. അപ്പൊ അവർ പറഞ്ഞത് എന്തെങ്കിലും ചെയ്തു വെക്കൂ. അങ്ങനെയാണ് പ്രോജക്ട് ടൈഗർ എന്നൊരു ഐഡിയ വന്നത്. ടൈഗറിനെ കൺസർവ് ചെയ്യണം. അപ്പൊ ടൈഗർ അപ്പെക്സ് പ്രെഡേറ്റർ സ്പീഷീസ് ആകുമ്പോൾ ഒരു അംബ്രല്ല സ്പീഷീസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ബാക്കി എല്ലാത്തിനെയും കൺസർവ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് അത്. നേച്ചർ കൺസർവേഷന്റെ ഒരു വഴി തന്നെയാണ്. അതുപോലെ തന്നെ വാട്ടർ ആക്ട് എന്ന് പറയുന്ന 74 ആക്ട്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടാണ്. അതിലാണ് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡൊക്കെ പാസ്സാക്കപ്പെട്ടത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും സമാനമായിട്ടുള്ള ബോർഡുകളാണ്. അവർക്ക് ഇമ്മൻസ് ആയിട്ടുള്ള പവറാണ് കൊടുത്തിരിക്കുന്നത് ഈ വാട്ടർ പൊല്യൂഷൻ പ്രിവെന്റ് ചെയ്യാനും ഒക്കെ ആയിട്ട്. പലപ്പോഴും ഉപയോഗപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം വേറെ. അതുപോലെ അതേ സമയത്താണ് ഏകദേശം മറ്റൊരു മൂവ്മെന്റ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത്. സേവ് സൈലന്റ് വാലി മൂവ്മെന്റ് ആണ്. സേവ് സൈലന്റ് വാലി മൂവ്മെന്റ് ആണ് സത്യത്തിൽ വനവുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു കൺസർവേഷൻ. റെയിൻ ഫോറസ്റ്റ് എന്താണെന്നും അത്തരം മേഖലകളെ സംരക്ഷിക്കേണ്ട ആവശ്യകത എന്താണെന്നും. അപ്പൊ ഇതൊരു കോൺഫ്ലിക്റ്റ് ഇവിടെ വരുന്നുണ്ട്. ഡെവലപ്മെന്റ് ഓർ കൺസർവേഷൻ എന്നുള്ള അതിന്റെ ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് സത്യത്തിൽ ഈ ഒരു മൂവ്മെന്റ് തുടങ്ങുന്നത്. അതിന്റെ ഡിബേറ്റ് ഇനിയും അവസാനിച്ചിട്ടില്ല. പക്ഷെ നല്ലൊരു ഭാഗം ദോസ് പീപ്പിൾ ഹു കനോട്ട് ലിവ് വിത്തൗട്ട് വിൽഡേണസ് അറൗണ്ട്, വൈൽഡ് തിങ്സ് അറൗണ്ട് എന്നുള്ളവർക്ക് ഈ പറയുന്ന പച്ചപ്പും കാടും അതുണ്ടാക്കുന്ന ഒരു പാരിസ്ഥിതികമായിട്ടുള്ള പ്രത്യേകതയും ഒക്കെ തന്നെയാണ് പ്രധാനം എന്നുള്ള ഒരു സാക്ഷ്യമാണുള്ളത്. അത് നിലനിർത്തേണ്ടത് ആവശ്യമാണ്. ഡെവലപ്മെന്റ് വേണം. പക്ഷെ ഏറ്റവും വലിയ ഡെവലപ്മെന്റ് പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രകൃതി സംരക്ഷണമാണ് എന്ന് പറയുന്നിടത്തേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റണം. പല രാഷ്ട്രീയ നേതാക്കന്മാർ പോലും ആ തരത്തിൽ ചിന്തിച്ചു തുടങ്ങിയ ഒരു കാലം. ഇതിനെ ഭയങ്കരമായിട്ട് എതിർത്തുകൊണ്ട് ഡെവലപ്മെന്റ് ആണ് പ്രധാനം, അല്ലാതെ ഒരു സിംഹവാലം കുരങ്ങല്ല എന്ന് വാദിച്ച ഒരു സമയം. ഇതൊക്കെ നമ്മുടെ നേച്ചർ കൺസർവേഷൻ മൂവ്മെന്റിന് നാഴികക്കല്ലുകളായിട്ട് പറയാം. പക്ഷെ അതേ സമയത്താണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. ഇതൊരു വലിയ ചൂടുവെപ്പായിരുന്നു. ഒരുപക്ഷെ ഞാൻ പറയും ഇന്ത്യയിൽ ഇന്ന് ബാക്കി കാണുന്ന വനങ്ങൾ അത്രയെങ്കിലും ബാക്കിയുള്ളത് ഓൺലി ബിക്കോസ് ഓഫ് ദിസ് ആക്ട്. ഏറ്റവും ചെറിയ ആക്ട് പാർലമെന്റ് പാസ്സാക്കി. വിത്തൗട്ട് പ്രയർ പെർമിഷൻ ഫ്രം സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ഗവൺമെന്റ്സ് കാനോട്ട് കൺവേർട്ട് ഫോറസ്റ്റ് ഫോർ നോൺ ഫോറസ്റ്റ് പർപ്പസ്. ഇത്രയേ ഉള്ളൂ അതിനകത്ത് പറയുന്നത്. പക്ഷെ അത് ഉണ്ടാക്കിയ ഇമ്പാക്ട് അതിഭയങ്കരമാണ്. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഫോറസ്റ്റ് നിന്ന് ബാക്കി നിൽക്കുന്നതെന്ന് ഞാൻ പറയും. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കേസുകളുണ്ട് സുപ്രീം കോടതിയിൽ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് ഗവൺമെന്റ് റിപ്പോർട്ട് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 202/95 1995 കേസാണ്. അതിൽ 400ഓളം ഇന്റർവ്യൂ ഓർഡേഴ്സ് വന്നു കഴിഞ്ഞു. കേസ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെയൊക്കെ ബലത്തിലാണ് ഇപ്പോഴും പലപ്പോഴും ഈ ഫോറസ്റ്റിന്റെ മാനേജ്മെന്റും അതിന്റെ ഫോറസ്റ്റിലെ തീരുമാനങ്ങളും പോളിസികളും ഒക്കെ നടക്കുന്നത്. പിന്നീട് 81 എയർ ആക്ട്, അത് ഈ വാട്ടർ പൊല്യൂഷന്റെ ഇക്വലന്റ് ആയിട്ട് എയറിനെ കൂടി കൺസിഡർ ചെയ്യും. വെള്ളം മാത്രമല്ല എയർ കൂടി സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ 1981 എയർ ആക്ട് എന്ന് നമ്മൾ വിളിക്കുന്ന എയർ പൊല്യൂഷൻ കൺട്രോൾ ആക്ട് വരുന്നത്. അപ്പൊ അതിനകത്തും ഈ വലിയ പുതിയ ഇൻഡസ്ട്രീസ് സെറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയായിരിക്കണം അതിന്റെ മാനദണ്ഡങ്ങള്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതൊക്കെ നേച്ചർ കൺസർവേഷന്റെ ഓരോരോ സ്റ്റെപ്പുകളാണ്. അതിലേക്കുള്ള ലെജിസ്ലേഷൻ, അതുപോലെ ആൾക്കാരുടെ ഒപ്പീനിയൻ, അത് സൈലന്റ് വാലി മൂവ്മെന്റ് എന്നൊക്കെ വരുന്നുണ്ട്. അതുപോലെ അടുത്തത് 86 എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്. എയർ ആക്ടും വാട്ടർ ആക്ട് ഒക്കെ ഉണ്ടെങ്കിലും അതിനതീതമായിട്ട് എൻവയോൺമെന്റ് ആക്ട് എന്നൊരു സംഭവം വേണമെന്നുള്ളത് ഈ ഭോപ്പാൽ ട്രാജഡിക്ക് ശേഷം വന്ന വലിയൊരു ഉൾവിളിയാണത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പിന്നെ അടുത്താണ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട്, ഈ അടുത്ത കാലത്തുള്ള. അപ്പൊ ഇതിലൊക്കെ പല പോളിസികൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് അമെന്റ്മെന്റ്സ് വരുന്നുണ്ട് നിലവിലുള്ള ആക്ടുകളിൽ. പക്ഷെ ഇതൊക്കെ ഒരു ലാൻഡ്മാർക്ക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും.
ഓക്കെ. അപ്പൊ ഇതില് ഈ നമ്മുടെ ലോകാകമാനം പറയുന്നതിനേക്കാളും നമ്മളെ നാട്ടിൽ എന്ത് സംഭവിച്ചു നോക്കുന്നതായിരിക്കും നല്ലത്. മറ്റത് ഒരു എവിടെയും തങ്ങാതെ വെറുതെ പോകും. അതുകൊണ്ട് ഞാൻ കഴിയുന്നതും നമ്മുടെ വെസ്റ്റേൺ ഘാട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൺസർവേഷൻ പോളിസി എന്തായിരുന്നു, എങ്ങനെയാണ് കൺസർവേഷൻ മൂവ്മെന്റ്, എന്താണ് സംഭവിച്ചത്, ഇപ്പോഴെവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള അതിലേക്ക് ഒരു മാനേജ്മെന്റ് കോൺഫ്ലിക്റ്റിലേക്ക് എത്തി നിൽക്കുമ്പോൾ കൺസർവേഷന്റെ എത്തോസിനെ അത് എങ്ങനെ ബാധിക്കുന്നു, നമ്മുടെ ചിന്താഗതി എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടി വരും. ചില തോട്ട്സ് ആണ് ഞാൻ വെക്കുന്നത്, അതല്ലാതെ ഒരു കൺക്ലൂഷൻ പറയുകയോ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാനല്ല. ഇതൊക്കെ ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്, നമ്മൾ എങ്ങനെ പ്രൊസീഡ് ചെയ്യണം, ഇത് നമ്മൾ നോക്കിക്കാണണം എന്നൊക്കെ ഉള്ള ഒരു തോട്ടാണ്. അപ്പൊ അതില് വെസ്റ്റേൺ ഘാട്സ് ഇസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് മൗണ്ടൻ ചെയിൻസ് ഇൻ ദ വേൾഡ്. അത് നമുക്കറിയാം. ഓൾഡസ്റ്റ് മൗണ്ടൻ ചെയിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ആന്റിക്വിറ്റിക്ക് അതിന്റെ ബയോഡൈവേഴ്സിറ്റി ആയിട്ട് വളരെയധികം ബന്ധമുണ്ട്. അനുപമമായിട്ടുള്ള ഒരു ബയോഡൈവേഴ്സിറ്റി ഉള്ള ഒരു മേഖലയാണ് വെസ്റ്റേൺ ഘാട്സ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ചെറിയൊരു സമയത്തുകൊണ്ട് മുഴുവനായിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ഒന്ന് നമുക്കറിയാം, ഒരുപാട് എൻഡമിക് സ്പീഷീസ് ഉള്ള ഒരു മേഖലയാണ് ദ വെസ്റ്റേൺ ഘാട്സ്. അത് 1500 കിലോമീറ്റർ അതിന്റെ നോർത്ത് താബി എന്ന് അവർ പറയുന്ന തപതി എന്ന് നമ്മൾ വിളിക്കുന്ന റിവർ തൊട്ട് കന്യാകുമാരി വരെയാണ്. വൺ ഓഫ് ദി വേൾഡ്സ് ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ട്. ഇതൊരു പുതിയ വേറൊരു കൺസെപ്റ്റാണ്. 1988 ഈ ബ്രിട്ടീഷ് എക്കോളജിസ്റ്റ് കൊണ്ടുവന്ന ഒരു കൺസെപ്റ്റാണത്. അതില് അവർ പറയുന്നത് സെക്കൻഡ് വേൾഡ് വാറിനൊക്കെ ശേഷം ഈ കോളനി രാജ്യങ്ങളൊക്കെ സ്വതന്ത്രമായതിനു ശേഷം, പക്ഷെ ഈ കോളനി രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് റിസോഴ്സ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ബ്രിട്ടന്റെ കയ്യിൽ ഉണ്ട്. അപ്പൊ അവരത് വെച്ച് അനലൈസ് ചെയ്തപ്പോൾ അവർ കാണുന്നുണ്ട് പല ഭാഗത്തും പല ആനിമൽസും എക്സ്റ്റിൻറ്റ് ആയിപ്പോയി, പലതും ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. IUCN റെഡ് ലിസ്റ്റ് ഫോർമേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോഴവർ പറയുകയാണ് ഈ പ്രയോറിറ്റി, കൺസർവേഷൻ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ ചില മേഖലകളെ കോൺസെൻട്രേറ്റ് ചെയ്യണം, പ്രയോറിറ്റൈസ് ചെയ്യണം, എല്ലായിടത്തും ഒരുപോലെ അല്ല. അങ്ങനെ അവർ ഹോട്ട്സ്പോട്ട് എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ആ ഹോട്ട്സ്പോട്ടിൽ ഒന്ന് ഈ നാച്ചുറൽ വെജിറ്റേഷൻ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സ്ഥലങ്ങൾ, അതായത് 70% ഓഫ് ദി നാച്ചുറൽ വെജിറ്റേഷൻ ഹസ് ഗോൺ ബിക്കോസ് ഓഫ് വേരിയസ് റീസൺസ്. നമ്മുടെ വെസ്റ്റേൺ ഘാട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് റീസൺസ് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആൻഡ് എൻഡമിസിറ്റി ഈസ് വെരി ഹൈ. ലോകത്തിൽ അവിടെ മാത്രം കാണപ്പെടുന്ന സ്പീഷീസുകളുടെ ആധിക്യം, അതിൽ മിക്കതും എക്സ്റ്റെൻഡ് ആയി പോയി, ബാക്കിയെല്ലാം ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലൊക്കെ വരുന്നുണ്ട്. മീൻസ് അവിടെ എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനിയും എക്സ്റ്റൻഷൻ നടക്കും. അപ്പൊ അത്തരം മേഖലകളിൽ നമ്മൾ 70% ഓഫ് ദി നാച്ചുറൽ വെജിറ്റേഷൻ പോയ സ്ഥലങ്ങളിലെ ബാക്കിയുള്ള വെജിറ്റേഷൻ നിലനിർത്താൻ പറ്റും എന്നൊരു ഉറപ്പില്ലാത്ത സ്ഥലങ്ങളിലെ എങ്ങനെയാണോ 70% പോയത് അതേ തന്നെ ഇപ്പോഴും ലൂമിങ് അറൗണ്ട്. അത്തരം മേഖലകളെയാണ് ഇവർ ഹോട്ട്സ്പോട്ട് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ അന്ന് നോർമൻ മേയേഴ്സ് 1988 ബ്രിട്ടീഷ് എക്കോളജിസ്റ്റ് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ഒരു 18 സ്ഥലങ്ങളെ കുറിച്ചാണ് പറയുന്നത് ലോകത്തിലെ തന്നെ മാപ്പ് വെച്ചിട്ട്. അതിൽ വൺ ഓഫ് ദി ഫോട്ടോസ് ആക്ച്വലി ദ വെസ്റ്റേൺ ഘാട്സ്. വെസ്റ്റേൺ ഘാട്ട് കണ്ടിട്ടോ പറഞ്ഞിട്ടോ അല്ല, അവിടെയുള്ള ഡാറ്റ വെച്ചിട്ട് പറഞ്ഞതാണ് ദ വെസ്റ്റേൺ ഘാട്സ്. പിന്നീട് ബാക്കി പല സയന്റിസ്റ്റിനും ഇത് താല്പര്യമായപ്പോൾ അവർ 25 ഹോട്ട്സ്പോട്ട്സ് ആയിട്ട് അതിനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അന്ന് ഹോട്ട്സ്പോട്ട് നമ്പർ 21 എന്ന് തരത്തിൽ യുനെസ്കോ ഒരു മാപ്പൊക്കെ ഇറക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി പല സയന്റിസ്റ്റുമാർക്ക് ആയിട്ട് ഇപ്പോൾ ഒരു 36 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടായിട്ട്, അതിൽ ആദ്യത്തെ 8 എടുത്തു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസിന്റെ അതല്ലെങ്കിൽ പ്രയോറിറ്റിയുടെ അതല്ലെങ്കിൽ ഏറ്റവും വ്യാഗ്രതയോടെ ഇരിക്കേണ്ട സ്ഥലങ്ങളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ 8 എടുക്കുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ വെസ്റ്റേൺ ഘാട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ വെസ്റ്റേൺ ഘാട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു മേഖലയ്ക്ക് സംഭവിച്ചത് എന്താണ്, ഒരു എക്കോളജിക്കൽ ഹിസ്റ്ററിയിലേക്കൊക്കെ നമുക്ക് നോക്കേണ്ടി വരും. ഓക്കെ. യുനെസ്കോ ഇൻ 2012 ജൂലൈ വേൾഡ് ഹെറിറ്റേജ് സ്ഥലങ്ങൾ വെസ്റ്റേൺ ഘാട്ടിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ 39 പ്രദേശങ്ങളാണ്. ഇപ്പോൾ പ്രദേശങ്ങൾ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആഷാംബു ഹിൽസ്, അതുപോലെ നീൽഗിരി ഏരിയ, മൂന്നാർ ഏരിയ, ഇങ്ങനെ പറയുന്ന സ്പോട്ടുകളെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ 19 എണ്ണം, 39-ൽ ഏകദേശം പകുതി 19 എണ്ണവും കേരളത്തിലെ പ്രദേശങ്ങളെയാണ് അവർ വേൾഡ് ഹെറിറ്റേജ് ആയിട്ട് മാറ്റണം എന്ന് പറഞ്ഞത്. കാരണം ഇത് വേൾഡ് ഹ്യൂമാനിറ്റിയുടെ ഒരു പ്രോപ്പർട്ടി ആക്കി മാറ്റണം. കാരണം ഇനി ഇതിൽ നാശം സംഭവിക്കാൻ പാടില്ല. എൻ്റെ വേൾഡ് ഹ്യൂമാനിറ്റിക്ക് ഇതിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാം. ആ ഒരു നിലയിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഞാനിത് നമ്മുടെ വെസ്റ്റേൺ ഘാട്ടിലെ നമ്മുടെ ഹെറിറ്റേജിനെ അല്ലെങ്കിൽ ബാക്കിയുള്ള പച്ചപ്പിനെ ഒരു വേൾഡ് അറീനയിലേക്ക് കൊണ്ടുവരികയാണ്. ലോകം ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറുന്നു. ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ട്, രണ്ടാമത്തത് വേൾഡ് ഹെറിറ്റേജ്. ഓക്കെ. ഇതിനൊക്കെ ചില ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം എന്താണ് റഫ്ലി ദ ജോഗ്രാഫിക്കൽ ഏരിയ എന്ന് പറഞ്ഞാൽ 6% ഓഫ് ദി ടോട്ടൽ ജോഗ്രഫിക്കൽ ഏരിയ ഓഫ് ഇന്ത്യ, ബട്ട് ഹോം ഫോർ 30% ഓഫ് ദ ഫ്ലോറ ആൻഡ് ഫോണ ഓഫ് ദ നേഷൻ. 30% ഫ്ലോറ ആൻഡ് ഫോണ. കാരണം ഇന്ത്യ ഒരു മെഗാ ബയോഡൈവേഴ്സിറ്റി കൺട്രിയാണ്. 10-17 കൺട്രീസ് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഇന്ത്യയാണ് പ്രശ്നം. പക്ഷേ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി വെസ്റ്റേൺ ഘാട്സ് ആൻഡ് ദി നോർത്ത് ഈസ്റ്റ്. ഈ രണ്ടിന്റെയും റിച്ച്നെസ് കൊണ്ടാണ് ഇന്ത്യ ഒരു മെഗാ ഡൈവേഴ്സിറ്റി കൺട്രി ആയിട്ട് മാറിയത്. പക്ഷെ കേവലം 6%-ൽ 30% ഫ്ലോറ ആൻഡ് ഫോണ അല്ലെ ബയോഡൈവേഴ്സിറ്റി ഉൾക്കൊള്ളുന്ന ഒരു മേഖല, അതാണ് വെസ്റ്റേൺ ഘാട്സ്. ഒരു സെന്റൻസിൽ എന്താണ് വെസ്റ്റേൺ ഘാട്ട് എന്ന അതിന്റെ ഇമ്പോർട്ടൻസ് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇതാണ് ഉത്തരം.
കേവലം 6% മാത്രമുള്ള വെസ്റ്റേൺ ഘാട്ട് റീജിയനിൽ 30% ഫ്ലോറ ആൻഡ് ഫൗണ ഓഫ് ഇന്ത്യ ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രാധാന്യം പിന്നീട് നമ്മൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അതിൽ ക്രിട്ടിക്കൽ എൻഡേഞ്ചേർഡും ഗ്ലോബലി ത്രെട്ടൻഡ് ആയിട്ടുള്ള സ്പീഷീസുകളൊക്കെയാണ് ഇപ്പുറത്ത് പറയുന്നത്. അതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്പറൊക്കെ വളരെയധികം കൂടിയിട്ടുണ്ടെന്ന്. പിന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹോട്ട്സ്പോട്ട്സ് വേർ ബയോഡൈവേഴ്സിറ്റി ഈസ് അറ്റ് ഗ്രേറ്റസ്റ്റ് റിസ്ക്. അപ്പൊ അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എനിവേ ബയോഡൈവേഴ്സിറ്റി വളരെ പെട്ടെന്ന് തന്നെ അപ്രതിഷ്ഠമാകുന്ന മേഖലകളാണ്. അതിൽ കഴിഞ്ഞാൽ ഈ വെസ്റ്റേൺ ഘാട്ട് ആൻഡ് ശ്രീലങ്ക പുട്ടുകതർ ആ മാപ്പ് അവർ കൊണ്ടുവരുന്നുണ്ട്. അതിൽ 25 ആയിരുന്നപ്പോൾ ഹോട്ട്സ്പോട്ട് നമ്പർ 21 വെസ്റ്റേൺ ഘാട്ട് ആൻഡ് ശ്രീലങ്ക പുട്ടുകതർ. അതിൽ ലാൻഡൽ മെക്കാക്നി ഗ്രിറ്റാർ ഇതൊക്കെ ഐക്കൺ സ്പീഷീസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തീമിൽ പറഞ്ഞത് പ്ലാന്റിനെ കുറിച്ചാണ്. പ്ലാന്റ് ആൻഡ് അതിന്റെ ഒരു ഡിജിറ്റൽ ടെക്നോളജി എങ്ങനെയാണ് പ്ലാൻ കൺസർവേഷൻ നമ്മൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞാലേ, ഇതൊക്കെ എനിക്ക് തമാശ തോന്നിയത് വായിച്ചപ്പോൾ. നമ്മളിപ്പോഴും ഒരു പ്ലാൻ കൺസർവേഷന് നമ്മുടെ പ്ലാൻസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നു. പക്ഷെ ഇത് ഡോക്യുമെന്റ് ചെയ്ത ആളുകളുണ്ട്, ഇവിടുത്തെ കോളനി ഗവൺമെന്റിന്റെ അധിപന്മാര്. സത്യത്തിൽ അവർ കണ്ണുതള്ളി പോയിട്ടുള്ളത് ഈ ഒരു മേഖലയിലെ മലബാർ എന്ന് പറഞ്ഞത് എൻ്റയർ വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യ വാസ് മലബാർ ഇൻ ദോസ് ഡേയ്സ്. അത് മനസ്സിലാക്കുക. അതായത് വെസ്റ്റേൺ ഘാട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഈ വെസ്റ്റേൺ ഘാട്ടിലെ ഫ്ലോറയുടെ പ്രത്യേകതയും അവിടുത്തെ അതിനെക്കുറിച്ചുള്ള ഇവിടുത്തെ ആളുകളുടെ പാണ്ഡിത്യവും അതിൽ നിന്ന് ഓരോന്നും ഓരോ മരുന്നുകൾ ഉണ്ടാക്കുന്നതും അതിന്റെ കോമ്പിനേഷൻ ഉണ്ടാക്കുന്നതും അത് പ്രയോഗിക്കുന്നതും മനുഷ്യന്റെ രോഗങ്ങൾക്കും വളർത്തുമൃഗങ്ങളുടെ രോഗങ്ങൾക്കും ഇതൊക്കെ കണ്ട് അന്തിച്ചു നിന്നുപോയ ഒരു കൂട്ടരുണ്ട്. ആദ്യം വന്നത് പോർച്ചുഗീസുകാർ, അത് കഴിഞ്ഞ് ഡച്ച് ഗവർണർ ഹെൻറിക് വാൻ റീഡ് കൊച്ചിയിൽ, മലബാർ കോസ്റ്റിലെ അല്ലെങ്കിൽ അവർ പറയുന്ന മലബാറിന്റെ ആസ്ഥാനമായിട്ട് കൊച്ചിയാണെന്ന്, കൊച്ചിയിലെ ഗവർണറായിട്ട് ഹെൻറിക് വാൻ റീഡ് ആണോ. അയാൾ വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹമാണ് ഇത് അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് ഇത്രയും നോളജ് ഉള്ള ഒരു ജനത പ്ലാന്റ്സിനെ കുറിച്ച്. അതുപോലെ തന്നെ ഇതിൽ നിന്നും ഉള്ള മെഡിസിനൽ പ്രോപ്പർട്ടീസ് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് 40,000-ഓളം പട്ടാളക്കാരാണ്, ഡച്ച് പട്ടാളക്കാർ ഈ ഒരു ഭാഗത്ത് ശ്രീലങ്കയിലും സിലോൺ, അന്നത്തെ സിലോൺ, അതുപോലെ ഇന്ത്യ, ഈ ഇന്തോനേഷ്യ, മലേഷ്യ റീജിയനിലും അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കുള്ള മരുന്നുകൾ ആവശ്യമുണ്ടാവുന്ന വരുമ്പോൾ 6 മാസം എടുക്കും. അദ്ദേഹം പറയുന്നത് ഇതിന് ആവശ്യമില്ല, ഇതിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ അവിടുത്തെ വൈദ്യന്മാരുണ്ടാക്കുന്നുണ്ട്. ഇക്കേച്ചത് എന്നൊരു വൈദ്യനെ അദ്ദേഹം കാണുന്നുണ്ട്, ക്ഷേത്രക്കാരൻ. പിന്നീട് അദ്ദേഹത്തിന്റെ സഹായത്തോടെയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നത്. അപ്പൊ അദ്ദേഹം കരുതുന്നുണ്ട് ഈ ഒരു നോളജ്, പ്ലാന്റ്സിനെ കുറിച്ചുള്ള വിവരം ഇത് ലോകത്തിന്റെ നോളജായി മാറണം. അപ്പൊ അതിനെ കംപ്ലീറ്റ് ഡോക്യുമെന്റ് ചെയ്യണം. ഇത് 1678-ും 1693 ഈ ഒരു കാലഘട്ടമാണ്, 17-ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് ഇത് മുഴുവൻ ഡോക്യുമെന്റ് ചെയ്യണമെന്ന് ഒരു ഭരണാധികാരിക്ക് തോന്നി. കാരണം അദ്ദേഹം ഇവിടെ കൊള്ളയടിച്ച് അവരുടെ റവന്യൂ കൂട്ടിയിട്ട് പോയാൽ മതി. അതിനേക്കാൾ അധികം ഇവിടുത്തെ ചെടികളെ കുറിച്ചുള്ള ഒരു ജ്ഞാനം അയാൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഹോർസ് മലബാർ തെങ്ങിനെ കുറിച്ചുള്ള ഇതിന്റെ എല്ലാ സ്വഭാവങ്ങളും കള്ളിൻകുടം ഉൾപ്പെടെ അതിനകത്ത് ഇതിലുണ്ട്. വേറെങ്ങനെയാണ് തെങ്ങിന്റെ ഫലങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, തെങ്ങിന്റെ പൂക്കൊല. ഇപ്പൊ ഡിജിറ്റൽ ടെക്നോളജി എന്ന് പറയുന്നുണ്ട്. അതിന് ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് പ്ലാന്റ്സിന്റെ കൂടുതൽ കാര്യങ്ങളാണ്. ഇത് 1678 സമയത്ത് കോപ്പർ എൻഗ്രേവിങ്സിൽ ഉണ്ടാക്കിയ ഒരു ചിത്രമാണ്. അത് കൊണ്ടുപോയിട്ട് ആംസ്റ്റർഡാം കൊണ്ടുപോയി പ്രിന്റ് ചെയ്ത, ഇവിടെ പ്രിന്റിംഗ് ടെക്നോളജി ഒന്നും വിജയിച്ചില്ല. അയാൾ നോക്കിയിട്ടുണ്ട് ഇവിടെ പ്രിന്റ് ചെയ്യാനായിട്ട്, അതെല്ലാം പൊളിഞ്ഞു. സാധനം എല്ലാം കോപ്പർ എൻഗ്രേവിങ്സിൽ കൊണ്ടുപോയിട്ട് ആംസ്റ്റർഡാമിൽ നിന്ന് അദ്ദേഹം പ്രിന്റ് ചെയ്തെടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞു, ഇന്നത്തെ നമ്മുടെ ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇത്രയും നല്ലൊരു തെങ്ങിൻ പൂക്കളുടെ പടം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള സംശയമാണ്. അന്ന് വരച്ച ചിത്രങ്ങൾ കോപ്പർ എൻഗ്രേവിങ്സിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് പ്രിന്റ് ചെയ്തതിന്റെ ഇതാണ് തേങ്ങാക്കൊലയുടെ ചിത്രങ്ങൾ. അതുപോലെ തിളങ്ങ നേറിയം ഒളിയാണ്ടർ, നമ്മൾ അരളി, ഇതൊക്കെ വരയ്ക്കുമ്പോൾ ഈ ചെടികളെ കുറിച്ച് പറയുമ്പോൾ ചെടി വരക്കാനായിട്ട് അദ്ദേഹം ഏൽപ്പിക്കുന്നു. പക്ഷെ വരച്ച ആൾ ഈ നീറിയം അല്ലെങ്കിൽ നമ്മൾ അരളി വരച്ചപ്പോൾ അവർ കാണുന്നു ചില കാറ്റർപില്ലേഴ്സ്, അതുപോലെ തന്നെ സ്വർണ്ണ നിറത്തിലുള്ള ചില പ്യൂപ്പ, അതിന്റെ കൂടെ ഒരു ബട്ടർഫ്ലൈ, നമ്മുടെ കോമൺ ക്രോ എന്ന് പറയുന്ന നമ്മൾ അരളിക്കാക്ക എന്ന് പേരിട്ടിരിക്കുന്ന ബട്ടർഫ്ലൈ ആണ്. അപ്പൊ ഇതിന്റെ ഇന്റഗ്രൽ പാർട്ടായിട്ടാണ് ആ ചെടി വരച്ച ആൾക്ക്. ഹി വാസ് ലുക്കിംഗ് ഇൻ ടു ദി സോൾ ഓഫ് ദി പ്ലാന്റ് എന്ന് വേണം പറയാം. അപ്പൊ ചെടികളെ ഇത്രമാത്രം നോക്കിക്കണ്ട ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു ചിത്രകാരൻ അന്ന്, ഇത് 17-ാം നൂറ്റാണ്ടിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് സത്യത്തില് നമ്മൾ ഇന്ന് ചെടികളെ കുറിച്ച് ഈ പറയുന്ന ഇന്നത്തെ തോട്ട് കൺസർവേഷൻ ഡേയിലെ ഒരു തീമായിട്ടൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും 17-ാം നൂറ്റാണ്ടിൽ അത് വളരെ സുന്ദരമായിട്ട് അധിനിവേശ ശക്തികൾ എന്ന് പറയാം, അവർ കോളനി മാസ്റ്റേഴ്സ് ആയിരുന്നു, അവരിത് ഉൾക്കൊള്ളുകയും അതിനെ ശാശ്വതവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചിത്രങ്ങൾ ഇപ്പോൾ കാണിക്കാൻ പറ്റുന്നത് എനിക്ക്. ഓക്കെ, ചക്കയുടെ ഒരു 3 ഡയമെൻഷണൽ വ്യൂ ഇന്നത്തെ ഡിജിറ്റൽ ടെക്നോളജി ചിത്രം നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഇതൊക്കെയാണ് എങ്ങനെയാണ് ചെടികളുടെ കുറിച്ച് ഒരു ആത്മബന്ധം ഉണ്ടാക്കാൻ വേണ്ടി ഡിജിറ്റൽ ടെക്നോളജി അല്ലെങ്കിൽ ചെടികളുടെ കൺസർവേഷന് വേണ്ടി ഡിജിറ്റൽ ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത്. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉപയോഗിച്ച ഒരു ചരിത്രം ഉണ്ട് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും കാണിച്ചത്. ഓക്കെ,
ഇനി നമ്മൾ ഒരു വൈൽഡ് ലൈഫ് കൺസർവേഷനിലേക്ക്, നേച്ചർ കൺസർവേഷൻ വരികയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഏറ്റവും വലിയ ആളവർഗത്തിൽപ്പെട്ട അനിമൽ ലോകത്തിലെ ഇറ്റ് ഈസ് നോട്ട് ദി കേപ്പ് ബഫല്ലോ ഓഫ് ആഫ്രിക്ക, ഇറ്റ് ഈസ് നോട്ട് ദി അമേരിക്കൻ ബൈസൺ, ഇറ്റ് ഈസ് നോട്ട് ദി മസ്ക് ഓക്സൺ, ഒന്നുമല്ല. നമ്മുടെ കാട്ടി, നമ്മൾ കാട്ടുപോത്ത് എന്ന് പറയുന്ന ഒരു മിസ്നോമറാണ്. അത് വൈൽഡ് ബഫല്ലോ വേറെ ഉണ്ട് നമുക്ക് ആസാമില് ഒക്കെയുള്ള. ഈ കാട്ടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാളവർഗത്തിൽപ്പെട്ട അനിമൽ. അതിന്റെ നല്ലൊരു പോപ്പുലേഷൻ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ധാരാളമായിട്ട് കൊന്നെടുക്കപ്പെട്ട എന്താണ് വേട്ടയാടപ്പെട്ട ഒരു മൃഗമാണ്. ഇത് വളരെ കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു ചിത്രമായിരിക്കാം. ഇത് ഞാൻ എടുത്തത് ഈ ആർക്കൈവ്സിൽ നിന്ന് എടുക്കുന്ന ചിത്രങ്ങളാണ്. വളരെ എണ്ണത്തിന് ഒരുമിച്ച് വെടിവെച്ച് കൊന്ന് വളരെ നിഷ്കരണം വേട്ടയാടി തീർക്കപ്പെട്ട ഒരു അനിമലായിരുന്നു കുറെ കാലങ്ങൾക്ക് മുമ്പ്. ഇന്ന് നമ്മൾ കാണുന്ന പല പോപ്പുലേഷൻ രണ്ടാമത് തിരിച്ചു വന്നതാണ്. അതുപോലെ തന്നെ ടൈഗേഴ്സ്. ഇത് ടൈഗറിന്റെ ആധിക്യത്തെ കുറിച്ച് നമ്മളിപ്പോൾ വലിയ വേവലാതിപ്പെടുന്നുണ്ട്. എല്ലായിടത്തും കാട്ടിലൊക്കെ ഇതിന്റെ നമ്പർ കൂടിയെന്നും ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നും. ഇത് ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ സമയത്ത് നമ്മുടെ ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ മിക്കവാറും ഇത് മധ്യപ്രദേശ് ഭാഗത്ത് നിന്നൊക്കെ, മധ്യപ്രദേശ് അല്ലെങ്കിൽ ഉത്തർപ്രദേശ് ചില ഭാഗങ്ങൾ, അതല്ല മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങൾ, ഈ ഭാഗത്തു നിന്നൊക്കെയുള്ള നായാട്ട് ചിത്രങ്ങളാണ്. അപ്പൊ 6 കടുവകളെ ഒരു സമയത്ത്, മേ ബി ഇത് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പേ ഉള്ള സായിപ്പിന്റെ നായാട്ടായിരിക്കും. ആ സമയത്ത് ഒരു നായാടിയിട്ട് തന്നെ മൃഗങ്ങളെ എക്സിബിറ്റ് ചെയ്ത് ഇതിന്റെ പടമൊക്കെ എടുത്ത്. ഒരു റൈനോസറസ് ഉണ്ട്, അപ്പൊ വേണമെങ്കിൽ ആസാമിൽ നിന്നാവാം. അപ്പോൾ ആ ഒരു മേഖലയിൽ നിന്ന് ഇത്രമാത്രം കടുവകളെ ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പേയൊക്കെ കൊന്നു കൊടുക്കണമെങ്കിൽ എന്തായിരുന്നു നമ്മുടെ കടുവ ഡെൻസിറ്റി? അതാ പറഞ്ഞത്, ഈ സെഞ്ചുറിയുടെ 20ാം നൂറ്റാണ്ടിന്റെ 1900 ആദ്യ ഭാഗത്തൊക്കെ 40,000 കടുവ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് 1970 ആയപ്പോൾ 2000 മാറുമ്പോഴാണ് ഒരു വലിയ അലേർട്ട് വന്നത്. അങ്ങനെയാണ് ഈ പറയുന്ന കടുവ പദ്ധതികളൊക്കെ വരുന്നത്. ഇത് വേറൊരു ചിത്രമാണ്. 3 കടുവകളെ വെടിവെച്ചു. അത് ആ വെടിവെച്ചതിന്റെ കൃത്യമായിട്ടുള്ള ക്രെഡിറ്റ് ആർക്കാണെന്ന് പറയുക നോക്കിയാൽ അറിയാം. ഈ ആനപ്പുറത്ത് ഇതുപോലെ ഇരുത്തി കൊണ്ടുപോയിട്ട് കടുവയുടെ അറ്റാക്ക് ഒന്നും ഇല്ലാതെ ബീറ്റേഴ്സിനെ വെച്ചാണ്, എല്ലാത്തിനും ബീറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് സാഹിബ് അതിനെ വെടിവെച്ച് വലിയ ഹീറോ ആയിട്ട് വരുന്നതിന്റെ ചിത്രങ്ങളാണ്. ഇത് വീണ്ടും മറ്റൊരു ചിത്രമാണ്. ഈ തരത്തിലൊക്കെയാണ് അന്ന് കൈകാര്യം ചെയ്തിരുന്നത്. ബീറ്റേഴ്സ് ആണ് ഇത് ചെയ്യുന്നത്, അവർ കടുവകൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കടുവയുടെ ഡെൻസിറ്റി അന്ന് എന്തായിരുന്നു? ഇന്ന് കേരളത്തിൽ നമുക്ക് എവിടെയും പോയി കഴിഞ്ഞാൽ ഒരു കടുവയെ കാണാൻ കിട്ടുമോ? ഇതുപോലെയൊക്കെ കടുവ കൂടി എന്ന് പറയുന്ന വയനാട് പോയി കഴിഞ്ഞാൽ നമുക്ക് കടുവയെ കാണാൻ കിട്ടുന്നില്ല. ഈ പറയുന്ന നമ്പറും ഒക്കെ എന്തുമാത്രം ശരിയാണെന്നുള്ളത്, അല്ലെങ്കിൽ നമ്പർ കൂടി എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം എന്നുള്ളതൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? ഇതൊക്കെ വൺ ഹോൺ റൈനോസറസിന്റെ തലകളാണ് വെടിവെച്ചിട്ട് അറുത്തെടുത്ത് വെച്ചിരിക്കുന്നതിന്റെ ചിത്രം. അപ്പൊ ഈ തരത്തിലുള്ള നായാട്ട് യാതൊരു തദ്ദേശമില്ലാത്ത, ഒരു കാരുണ്യമില്ലാതെ നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോഴാണ് അതിന്റെ പ്രത്യക്ഷത്തിലാണ് വൈൽഡ് ലൈഫ് ആക്ട് വരുന്നത്. വൈൽഡ് ലൈഫ് ആക്ട് വരെ കടുവയൊക്കെ നായാടി അതിന്റെ ആ ജില്ലാ കളക്ടർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ എവിഡൻസ് കൊടുക്കുക, ഒരു വാലിന്റെ കഷ്ണം കൊണ്ടു കൊടുക്കുക, അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഇനാമുണ്ട്. പലയിടത്തും അവർക്ക് ചില റിവാർഡ്സ് കൊടുക്കും. വീര ശൂര പരാക്രമിയായ നായാട്ടുകാരനെ പ്രത്യേകം ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നാണ് 72 ആഫ്റ്റർ ദി സ്റ്റോക്ക്ഹോം കോൺഫറൻസ് വൈൽഡ് ലൈഫ് ആക്ട്, ഈ വന്യമൃഗങ്ങൾ സംരക്ഷിക്കാനുള്ള എന്തെങ്കിലും ഒരു പദ്ധതി വന്നു എന്നുള്ളതുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. അപ്പൊ അതില് നായാട്ട് പൂർണ്ണമായിട്ടും നിരോധിച്ചു. സാധാരണക്കാരന് വെറുതെ പോയി അങ്ങനെ വെടിവെക്കാനുള്ള അവകാശമല്ല. കാടുകളിലെ നായാട്ട് നിരോധിച്ചു, നാട്ടുമ്പുറത്തെ നായാട്ട് പോലും നിരോധിക്കുന്നുണ്ട്. അപ്പൊ അതിലുമായിട്ട് ഒത്തുപോകാനെ കുറച്ച് സമയം എടുത്തു. പക്ഷെ പിന്നീട് കുറച്ച് കൊല്ലങ്ങൾക്കകം ജനം ഈ ഒരു ആക്ടും ഇതിന്റെ വകുപ്പുകളും ഒക്കെ ആയിട്ട് ഒത്തുപോകുന്നുണ്ട്. അതോടുകൂടിയാണ് സത്യത്തിൽ ഒരല്പം തിരിച്ചുവരവ് പല മൃഗങ്ങളും നടത്തുന്നത്, ടൈഗർ ഉൾപ്പെടെ. അതിനുവേണ്ടി 1973 ആകുമ്പോഴേക്കും പ്രോജക്ട് ടൈഗർ ഏരിയാസ് പറയുന്നുണ്ട്. ഇന്നിപ്പോ 58 ആസ് പെർ മാർച്ച് 2025 വരെ നോക്കിക്കഴിഞ്ഞാൽ 58 ടൈഗർ റിസർവ്സ് ആണ് ഇന്ത്യയിലുള്ളത്. അതിനകത്ത് 3682 ടൈഗർ എന്നുള്ള ഒരു സെൻസസ് ഫിഗറാണ് ഇപ്പൊ ലേറ്റസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അത്രയും ടൈഗേഴ്സ് ഒക്കെ ഉണ്ട്. ലോകത്തിലാകെ കൂടി 5000 താഴത്തെ ടൈഗർ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. മറ്റു രാജ്യങ്ങളൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ 13 രാജ്യങ്ങളിലുണ്ടായിരുന്നു. ഇപ്പൊ നോക്കുമ്പോൾ 12 രാജ്യം കാണുന്നുള്ളൂ. അതിന് കംബോഡിയ 2005 ടൈഗർ ഉണ്ടോ എന്നുള്ള ഒരു സംശയമാണ്. ഈ തരത്തിലാണ്. തായ്ലാൻഡിലാണെങ്കിൽ 2 കടുവ ഇപ്പോഴും കാട്ടിലുണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ റോയൽ ബംഗാൾ കടുവ എന്ന് പറയുന്നത് നമ്മുടെ കടുവയാണ് ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്നത്, അതല്ലെങ്കിൽ ഏറ്റവും വലിയ നമ്പറായിട്ട് നിൽക്കുന്നത്. സത്യത്തിൽ അത് നമ്മുടെ ടൈഗർ പ്രോജക്റ്റും അല്ലെങ്കിൽ ടൈഗറിനെ കൺസർവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ അടുത്ത എഫേർട്ടിന്റെ ഒക്കെ ഭാഗമായിട്ടാണ്. നാളെ ലോക കടുവാ ദിനമാണ്, 29th എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നാളത്തെ കൂടി ഒരു ഓർമ്മ. ബയോളജിക്കൽ അല്ലെങ്കിൽ നേച്ചർ കൺസർവേഷൻ ഡേ ഇന്ന്. നാളെ കടുവ സംരക്ഷണ ദിനമാണ് ലോകത്തിലെ. കൃത്യമായിട്ട് ആ കാര്യം കൂടി ഒന്ന് ഓർക്കുക. റോയൽ ബംഗാൾ കടുവ, അതിന് 9 സബ് സ്പീഷീസ് ഉണ്ട് കടുവയ്ക്ക്. അതിൽ 3 എക്സ്റ്റിങ്ക്റ്റ് ആണ്. കാസ്പിയൻ കടുവ 1970-കളിൽ പോയി. അതുപോലെ തന്നെ ബാലി കടുവ 1930-കളിൽ തന്നെ എക്സ്റ്റിന്റ് ആയി.
പിന്നെ ജാവൻ കടുവ 1980-കളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോ ബാക്കിയുള്ളത് ഇപ്പോൾ 6 ഉപയിനങ്ങളാണ്. പാന്തീര ടൈഗ്രസിന്റെ സബ്സ്പീഷീസ് ആണ് ഈ പറയുന്നതൊക്കെ. സ്പീഷീസ് ഒന്നേ ഉള്ളൂ നമുക്ക്. അപ്പൊ അതിൽ റോയൽ ബംഗാൾ കടുവയാണ് ഏകദേശം 3682 ഇന്ത്യയിലും. മറ്റുള്ള ഇപ്പൊ ബംഗ്ലാദേശ്, സിക്കിം, ഭൂട്ടാൻ, സിക്കിം ഇന്ത്യയുടെ ഭാഗമാണ്, ഭൂട്ടാൻ, മ്യാൻമാർ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 4000-4500ഓളം കടുവകളായിരിക്കും ഈ റോയൽ ബംഗാൾ കടുവയുണ്ടാവുക. അതാണ് ഏറ്റവും വലിയ നമ്പർ. ബാക്കിയുള്ളതൊക്കെ ചെറിയ ചെറിയ നമ്പറാണ്, ബാക്കിയുള്ള സബ്സ്പീഷീസ് പലതും. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ബാധ്യത നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അതാണ് നാളത്തെ ഒരു ദിവസം. അതും കൂടി ഒന്ന് ഓർക്കുക. കാരണം ഈ ഒരു ആക്ടൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കടുവകൾ അന്യം നിന്ന് പോയേനെ. അപ്പൊ ഇതില് വന്ന മാറ്റങ്ങൾ എന്ത്? ഈ നേച്ചർ കൺസർവേഷൻ എന്ന് നമ്മളിപ്പോൾ ഉപേക്ഷിക്കുമ്പോഴേ ഇതിന് വിഘാതമായ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ പലതുണ്ട്. എല്ലാം മാനേജ്മെന്റ് കോൺഫ്ലിക്റ്റ് ഒരു പ്രശ്നമാണ്, വലിയ മണ്ണൊലിപ്പ് ഒരു പ്രശ്നമാണ്, കാലാവസ്ഥ വ്യതിയാനം ഒരു പ്രശ്നമാണ്. ഇതൊക്കെ ഇതിന്റെ ത്രെറ്റ്സ് ആണ് വരും, ഭീഷണിയായിട്ട് വരുമ്പോൾ. എന്തായിരുന്നു അതിന്റെ ഹിസ്റ്ററി? എക്കോളജിക്കൽ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. കാരണം മലബാർ റീജിയനിലൊക്കെ ബ്രിട്ടീഷുകാർ നേരിട്ടുള്ള കയ്യിലായപ്പോൾ അവർ തീരുമാനിച്ചത് മുഴുവനും തേക്കും പ്ലാന്റേഷൻ ആക്കുക എന്നുള്ളതാണ്. തേക്കിന് യൂറോപ്പിൽ വളരെയധികം ഡിമാൻഡ് ഉണ്ട്. അങ്ങനെയാണ് 1843 തന്നെ നിലമ്പൂരിൽ കനോളി എന്ന് പറയുന്ന മലബാർ കളക്ടർ തേക്ക് തോട്ടങ്ങൾ തുടങ്ങുന്നുണ്ട്. അതൊരു വലിയ കാൽവെപ്പായിരുന്നു. വലിയ നടക്കുള്ള ഫോറസ്റ്റിലൊന്നും ഏറ്റവും വലിയ മാറ്റമാണ്. ഈ നദികളുടെ ഉത്ഭവസ്ഥാനങ്ങളും അതിന്റെ കാച്ച്മെന്റ് ഏരിയ അല്ലെങ്കിൽ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നതൊന്നും അതിനൊന്നും ഒരു വാല്യൂ എന്ന് കൊടുത്തിരുന്നില്ല. പകരം അത്രമാത്രം തേക്കുന്നോട്ട് ഉണ്ടാക്കാം. അതിനകത്തുള്ള വൈൽഡ് ലൈഫിന് ഒരു വാല്യൂ ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ള ബയോഡൈവേഴ്സിറ്റിക്കും സ്പീഷീസിനൊന്നും വാല്യൂ ഉണ്ടായിരുന്നില്ല. ഏകവള തോട്ടങ്ങൾ. അപ്പൊ അത് വന്നപ്പോഴും ഓപ്പൺ ഏരിയ വരുന്നു, കാട് ചുട്ടുകരിച്ചിട്ട് മറ്റൊരു സ്പീഷീസ് വെക്കുമ്പോൾ കൂടെ ഒരുപാട് ഇൻവേസീവ് സ്പീഷീസ് വരുന്നുണ്ട്. അങ്ങനെയാണ് ആദ്യത്തെ നമ്മുടെ വലിയ ഇൻവേസീവ് സ്പീഷീസ് നമുക്ക് വലിയ ഭീഷണിയായിട്ട് വന്ന കമ്മ്യൂണിസ്റ്റ് വച്ചതാണ്. പാലറ്റബിൾ അല്ല, ബാക്കിയുള്ള പാലറ്റബിൾ സ്പീഷീസ് നഷ്ടപ്പെടുന്നു, അതിന്റെ സ്പേസ് ആണ് ഒക്യുപ്പൈ ചെയ്യുന്നത്. അത് വൈൽഡ് ലൈഫിനും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇത്തരം കളകൾ മിക്കവാറും ഒക്യുപ്പൈ ചെയ്യുന്നത് നമ്മുടെ നേറ്റീവ് സ്പീഷീസിന്റെ സ്പേസ് ആണ്. അതുകൊണ്ട് നേറ്റീവ് സ്പീഷീസിന്റെ ഡെൻസിറ്റി കുറയുന്നു, അല്ലെങ്കിൽ നമ്പർ കുറയുന്നു, ചിലതിന്റെ ഹാബിറ്റാറ്റ് അങ്ങനെ തന്നെ നഷ്ടപ്പെടുന്നു, അത് എക്സ്റ്റെന്റ് ആവുന്നു. അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇത് ഇതിന്റെ ഒരു മറുവശമാണ്. ഇത് തേക്കും തോട്ടമാണ്. ഇതൊരു നാച്ചുറൽ ഫോറസ്റ്റിന്റെ പല തട്ടിലുള്ള കാനോപ്പി, ഡൈവേഴ്സിറ്റി എത്രമാത്രം ഉണ്ട്, മറ്റിടത്ത് ഏകവിള തോട്ടമാണ്. ഇത്തരം മാറ്റങ്ങൾ വന്നു. ഇത് കൺസർവേഷന്റെ വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറുന്നുണ്ട് ഇന്ത്യയിൽ. 1982 വരെയൊക്കെ നാച്ചുറൽ ഫോറസ്റ്റ് വെട്ടിയിട്ട് തേക്കും തോട്ടം ഏകവിള തോട്ടമായിട്ട് മാറ്റുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത്തരം ഏകവിള തോട്ടങ്ങളുണ്ട്, മേയാൻ ഉള്ള അല്ലെങ്കിൽ ആന, അതുപോലെ നമുക്ക് കാട്ടിയുണ്ട്, മാനുകളുണ്ട്. ഇതിന് മേയാനുള്ള ഒരു സ്പേസ് ഇല്ലാതെ പോകുന്നു. അപ്പോൾ ഇവരെ അടുത്ത സ്ഥലങ്ങളിലേക്ക്, ചുറ്റുവട്ടത്തുള്ള കാർഷിക മേഖലകളിലേക്ക് വെഞ്ചർ ചെയ്യുന്നൊരു പ്രശ്നം ഉണ്ടായി. അപ്പൊ ഇന്ന് മാനവ കോൺഫ്ലിക്റ്റ് എന്ന് നമ്മൾ പറയുന്ന ഈ വലിയൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിന്റെ പിന്നണിയിൽ പിറകോട്ട് നമ്മൾ പോയിട്ട് നോക്കണം. ആരാണ് കാരണക്കാരൻ? ഈ ആനിമൽസ് മാത്രമാണോ? നമ്മൾ വരുത്തി വെച്ച വിനകളല്ലേ എന്നുകൂടി ആലോചിക്കുക. ആ ഒരു കമ്പാഷൻ, നേരത്തെ പറഞ്ഞ 51AGയിലെ കമ്പാഷൻ ഉണ്ടല്ലോ, ആ കമ്പാഷനൊക്കെ നമ്മൾ തിരിച്ചു മിനിക്ക് കൊണ്ടുവരേണ്ടത് ഇത്തരം സിറ്റുവേഷനിലാണ്. നമ്മൾ കാരണം കഷ്ടപ്പെടുന്ന ഒരു മൃഗസഞ്ചയം, അതിനെ നമ്മൾ ഇന്ന് എങ്ങനെ നോക്കി കാണണം? ഒരു ശത്രു മൃഗങ്ങളായിട്ട് കാണണം. അതല്ല, നമ്മൾ കാരണം ഉള്ള ചില പ്രശ്നങ്ങളാണ്, അതിന്റെ പരിഹാരം നമ്മൾ തന്നെ കാണണം. അതിനകത്ത് കമ്പാഷൻ വേണം എന്നുള്ളത്. റേഡിയോ കോളറൊക്കെ ഇട്ട് അതിനെ വിട്ടിരിക്കുകയാണ്. അവനെപ്പോ വന്നാലും കോപ്പറേറ്റിംഗ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ. അതേസമയം നാച്ചുറൽ ഫോറസ്റ്റ് ആയിട്ട് നിലനിൽക്കുന്ന പറയുന്നത് ഡെസിഡസ് ഫോറസ്റ്റ് ആണ്. നിങ്ങൾക്ക് ടെർമിനാലിയ ടൊമന്റോസ് എന്ന് പറയുന്ന ക്രോക്കഡൈൽ ബാർക്ക് ട്രീ ഒക്കെ പെട്ടെന്ന് കാണാം. ഇതിനിടയിൽ ഇത്തരം കളകൾ പെട്ടെന്ന് ഇൻവേഡ് ചെയ്യുന്നില്ല, പകരം ഗ്രേസിങ് ഏരിയ ഉണ്ട്. അപ്പൊ നാച്ചുറൽ ഫോറസ്റ്റ് നിലനിൽക്കുന്നിടത്താണ് നാച്ചുറൽ ആയിട്ടുള്ള ഈ മൃഗങ്ങളുടെ ഒരു ഹാബിറ്റാറ്റ് മാറുന്നത്, അതിന്റെ ആവാസ വ്യവസ്ഥ. അപ്പൊ അല്ലാത്തടത്ത് വലിയ ഇൻവേസീവ് സ്പീഷീസിന്റെ ഇതൊക്കെയാണ്. അപ്പൊ കാട്ടിക്ക് തിന്നാൻ അവിടെ കമ്മ്യൂണിസ്റ്റ് വെച്ചാൽ മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ. അതുപോലെ നാച്ചുറൽ ആയിട്ട് കിടന്നിടത്ത് കുറെ കൂടി ഗ്രേസിങ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ 60കളിലാണ് നമ്മൾ യൂക്കാലിപ്റ്റസ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഡസ്ട്രിയൽ പർപ്പസിനാണ്, സോഫ്റ്റ്വുഡ് വേണം. അതിനകത്ത് അന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും ഇത് കുറെ കൊല്ലം, 10-20 കൊല്ലം മുമ്പേയുള്ള പടങ്ങളാണ്. ഇത് നമ്മുടെ മഞ്ഞക്കൊന്ന ചെറിയ ചെടികളായിട്ട് വരുന്നതാണ്. ഇന്ന് ഏകദേശം മരങ്ങളുടെ അതേ ഉയരത്തിലെത്തിയിട്ടുണ്ട് ഇതൊക്കെ 20 കൊല്ലത്തിന് ശേഷം. ഓക്കെ. അതിന്റെ ഒരു ഇൻവേഷൻ നടക്കുന്ന സമയമാണ്. ഈ നടന്നത് തേക്കും തോട്ടത്തിലും അതുപോലെ തന്നെ യൂക്കാലി തോട്ടത്തിലാണ്. കാരണം മനുഷ്യൻ എവിടെയോ ഒക്കെ പ്രകൃതിദത്തമായ വനങ്ങളെ മാറ്റിയിട്ട് ഏകവിള തോട്ടങ്ങളാക്കാൻ നോക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ ഈ ഇൻവേസീവ് സ്പീഷീസ് കടന്നു കിടക്കുന്നു. ഇന്ന് വയനാട്ടിലെ, നാളെ ഒരുപക്ഷെ കേരളത്തിന്റെ തന്നെ ഏറ്റവും വലിയ പ്രശ്നമാകാൻ പോകുന്ന ഒരു സ്പീഷീസാണ് സെന്ന സ്പെക്ടാബിലിസ് എന്ന് പറയുന്ന ഈ ഒരു കളസസ്യം. അപ്പൊ എനി സ്പീഷീസ് ബീങ് ഇൻട്രൊഡ്യൂസ്ഡ് നമ്മൾ കൊണ്ടുവരുമ്പോൾ അതൊരു പൊട്ടൻസീവ് ഇൻവേസീവ് ആവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് ഓരോന്ന് കൊണ്ടുവരുമ്പോഴും ഈ കുളവാഴയൊക്കെ പണ്ട് കൊണ്ടുവന്ന ഒരു ഗാർഡൻ പ്ലാന്റ് ആയിട്ട് അത് എസ്കേപ്പ് ചെയ്തിട്ട് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കുട്ടനാട് മാറുന്നുണ്ട്, തണ്ണീർത്തടങ്ങളിൽ. അപ്പൊ ഓരോന്നും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇത് വളരെയധികം ആലോചിക്കേണ്ട കാര്യമാണ്. ഇത് സെന്നയുടെ ചിത്രങ്ങളാണ് വയനാട് എന്നുള്ളത്. സെന്ന മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. എഡിബിൾ സ്പീഷീസ്
സ്പീഷീസുകൾ മൊത്തത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്നു. അതിന്റെ റീജനറേഷൻ അടുത്ത നമ്മുടെ പഠനം നടത്തിയിരുന്നു വയനാട്ടിലെ തേക്കിൻ തോട്ടങ്ങളിലൊക്കെ എങ്ങനെയാണ് അത് തിരിച്ചു വരുന്നത് എന്നുള്ളത് കാണുക. സെന്ന മാത്രമേ റീജനറേറ്റ് ചെയ്യുന്നുള്ളൂ, മറ്റു ചെടികളൊക്കെ സപ്രസ് ചെയ്യുന്നുണ്ട്. അത്തരം മേഖലകളിൽ ഈ പറയുന്ന മാനേജ്മെന്റ് കോൺഫ്ലിക്റ്റും ക്രോപ്പ് റൈഡിങ്ങും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയ ചില മാറ്റങ്ങളാണ് മനസ്സിലാക്കുക. ഇത് വീണ്ടും കൊച്ചിയിൽ വരുമ്പോൾ വലിയ മാറ്റങ്ങൾ 1900 ആദ്യം നേരത്തെ പറഞ്ഞു 1908 ഒരു ട്രാംവേ ഫ്രം ചാലക്കുടി ടു പറമ്പിക്കുളം മോർ ദാൻ 78 കിലോമീറ്റേഴ്സ് ലോങ് ആണ്. എന്തിനാണ് അതുണ്ടാക്കിയതെന്ന് വെച്ചാൽ മരം വെട്ടാൻ വേണ്ടി മാത്രമാണ്. വെട്ടിയ മരങ്ങൾ മുഴുവൻ കൊണ്ടുപോയി കൊച്ചിയിലെത്തിക്കാൻ വേണ്ടി, അവിടെ നിന്ന് യൂറോപ്പിൽ കടത്താൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരുടെ സഹായത്തിൻ്റെ ട്രാംവേ ആണ്. 1933 സാലിം അലി ഇവിടെ കുരിയാർകുട്ടിയിൽ താമസിക്കുന്നുണ്ട്. അദ്ദേഹം തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ബേർഡ് സർവേ നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രാഫി ദ ഫാളോസ് ഫാരോയിലാണ് ആദ്യമായിട്ട് ഇതിന്റെ ചിത്രം നമ്മൾ കാണുന്നത്. അത് കണ്ടു അദ്ദേഹം പറയുന്നുണ്ട് ഈ ട്രാംവേയെ കുറിച്ചൊക്കെ. പിന്നീട് അദ്ദേഹം 50 കൊല്ലത്തിന് ശേഷമാണ് ഇവിടെ വരുന്നത്, ഇതേ ഭാഗത്തേക്ക് വരുന്നുണ്ട് 1985. ആ കണ്ട മാറ്റങ്ങൾ കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. കാരണം അദ്ദേഹം പറയുന്നത് എന്താണ്, for richness and diversity of bird life, Kerala stands in my estimation at least stood at the time of the survey 50 years back. അത് 33 അദ്ദേഹം ഇവിടെ താമസിച്ചിട്ടുണ്ട്. 84 ഓട്ടോബയോഗ്രാഫി വരുന്നത്. ആ സമയത്ത് അൺഡിസ്പ്യൂട്ടഡ് നമ്പർ 1. അതായത് ഇന്ത്യയിൽ സമാനമായിട്ടുള്ള വേറൊരു പ്രദേശമില്ല കേരളം പോലെ. എന്തിന്? ഡൈവേഴ്സിറ്റി ഓഫ് ബേർഡ് ലൈഫ്. ഇത് പറയുന്നത് ഇന്ത്യ മുഴുവനും നടന്ന സർവേ ചെയ്ത സാലിം അലിയാണ്. പക്ഷെ നമ്മളത് മനസ്സിലാക്കാൻ വൈകിപ്പോയിരുന്നതാണ്. അപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞ തട്ടേക്കാടും പെരിയാറും ഇതൊക്കെ വളരെയധികം തേക്കുംതോട്ടങ്ങളായിട്ട് മാറിപ്പോയിരുന്നു. അങ്ങനെ നമ്മുടെ ഈ അൺഡിസ്പ്യൂട്ടഡ് നമ്പർ 1 നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഇതാണ് വരുന്ന വലിയ മാറ്റങ്ങളുടെ ഒരു ആകത്തുക എന്നുള്ള നിലക്കാണ് ഞാൻ പറഞ്ഞത്. സലിമരുടെ ഓട്ടോഗ്രാഫിയിൽ അങ്ങനെ മനുഷ്യൻ ചെയ്തിട്ടുണ്ട്. ഇത് വലിയ കൊല്ലങ്ങളാണ്, കുറെ ഒരു കൊളോണിയൽ കാലഘട്ടം, അത് കഴിഞ്ഞ് നമ്മുടെ ഒരു കാലഘട്ടം, ആ സമയത്ത് വന്ന മാറ്റങ്ങളാണ്. ഇത് വീണ്ടും ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു എക്കോസിസ്റ്റം, ഷോള ഗ്രാസ് ലാൻഡ് വെജിറ്റേഷൻ, ഏറ്റവും അനുപമമായിട്ടുള്ള ഒരു വെജിറ്റേഷൻ. ഈ നീലക്കുറിഞ്ഞിയും അതുപോലെ നീലിട്ടാറും ഇതെല്ലാം എൻഡമിക് സ്പീഷീസ് ആണ്, ലോകത്തിൽ മറ്റൊന്നും ഇല്ലാത്തൊരു സ്പീഷീസ് ആണ്. കുറിഞ്ഞി 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി വളരെ ഗ്ലാമറസ് സ്പീഷീസ് ആണ്. അതിൽ 60ഓളം സ്പീഷീസ് കുറിഞ്ഞുകളുണ്ട്, വളരെ അപൂർവമായിട്ടുള്ളതുണ്ട്. ഇതൊക്കെ ഈ ഒരു മേഖലയിലാണ് വളരുന്നത്. ഇത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് കാണുന്ന ചിത്രം ഇംബേഷ്യൻസ് ആനമുടിക്ക എന്ന് പറഞ്ഞ സ്പീഷീസ് ആണ്. 1930കളിൽ കണ്ടെത്തുകയും പിന്നീട് ഇത് വാനിഷ് ചെയ്ത് എക്സ്റ്റിങ്ക്റ്റ് ആയി എന്ന് കരുതുന്ന ഒരു സ്പീഷീസാണ്. പക്ഷെ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടില്ല. ആനമുടിയുടെ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ചിലത് ബാക്കിയുണ്ട്. പക്ഷേ എന്താണ് റെഡ് ബുക്ക് ഓഫ് ഇന്ത്യൻ പ്ലാന്റ്സ് ബോട്ടാണിക് സർവേ ഓഫ് ഇന്ത്യ പുറത്തിറക്കിയിട്ടുണ്ട്. അതിനകത്ത് ഇത് എക്സ്റ്റിങ്ക്റ്റ് ആണെന്ന് കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം എനിക്ക് കിട്ടിയൊരു ചിത്രമാണ്. അവിടെ നിന്ന് ഇത് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടില്ല, ഉണ്ട്, പക്ഷെ വളരെ അപൂർവമാണ്. അതുപോലെ സിലോഗിയൻ മോസൈ, ഏത് 1800 മീറ്ററിന് മേലെ മാത്രം വരുന്ന ഒരു ഓർക്കിഡാണ്. മോസ് കവർ ചെയ്ത മരങ്ങളിലൊക്കെ ജാനുവരിയിൽ കുറച്ച് ദിവസം, ഒരാഴ്ച മാത്രമേ പൂക്കൾ ഉണ്ടാവുള്ളൂ. വളരെ അപൂർവമാണ്. അതുപോലെ തന്നെ സൊണറില്ല, അതുപോലെ പെഡിക്കുലാരിസ് പെറോട്ടിറ്റി, പെഡിക്കുലാരിസ് ഐലാനിക, 2 സ്പീഷീസ് നമുക്ക് വശങ്ങാട്ടുള്ളൂ. വളരെ അപൂർവമാണ്, എൻഡമിക്കാണ്. അതിലെ പെഡിക്കുലാരിസ് പെറോട്ടിറ്റി ആണിത്. ആനമുടിയുടെ ഓരത്തൊക്കെ വളരെ അപൂർവമായിട്ട് കുറച്ച് പാച്ചസ് മാത്രമേ ബാക്കിയുള്ളൂ. ഇത് വളരെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട സ്പീഷീസ്. ഇപ്സിയ മലബാറിക്ക സൈലന്റ് വാലി നമ്മൾ എംബ്ലമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിന്റെ 146 കൊല്ലം ഇതിനെപ്പറ്റി ഒരു വിവരമില്ലായിരുന്നു. എക്സിഡന്റ് ആയി എന്ന് കരുതിയതാണ്. കാരണം ഒരു സ്പെസിമെനുള്ളത് ബ്രിട്ടനിലുണ്ട്, അത് കിട്ടിയിരിക്കുന്നത്. അപ്പൊ പറയുന്നുണ്ട് ഇതിനെപ്പറ്റി പിന്നെ ഒരു വിവരമില്ല. എവിടെയാണ്? മലബാർ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഒറ്റ ടാഗേ ഉള്ളൂ മലബാർ. നമുക്ക് മനസ്സിലായില്ല മലബാറിൽ എവിടെയാണെന്നുള്ളത്. പിന്നീട് സൈലന്റ് വാലി മൂവ്മെന്റ് സമയത്ത് ഒരു മഞ്ഞ ഫ്ലവർ ഡോക്ടർ മണിലാലിന്റെ സ്റ്റുഡൻസിനെ കിട്ടുന്നു. അത് 79-ലോ 80-ലോ ആണ്. അത് അവസാനം അവർ ഐഡന്റിഫൈ ചെയ്യുന്നു. എന്താണ് ഈ ഗാർഡന്റെ സഹായത്തോടെ ബ്രിട്ടനിലെ ഇതാണ് ഇപ്സിയ മലബാറിക്ക. 146 കൊല്ലം മറ്റൊരു പേരില്ലാത്ത ഫ്ലവറാണ് ഇത്. അപ്പൊ അവിടെ ഉണ്ട്. റീഡിസ്കവറി ആയിരുന്നു. അതൊരു വലിയ സെലിബ്രേഷൻ ആയിരുന്നു, റീഡിസ്കവറി ഓഫ് ഇപ്സിയ മലബാറിക്ക ഓർ മലബാർ ഡാഫോഡിൽ. അപ്പൊ അങ്ങനെ അത്യപൂർവമായിട്ടുള്ള ജൈവ സമ്പത്തുകളുള്ള ഒരു സ്ഥലം. ഇവിടെ ഹാബിറ്റാറ്റിന് ചെറിയ മാറ്റം വന്നു കഴിഞ്ഞാൽ മൊത്തം ചെടികൾ അല്ലെങ്കിൽ സ്പീഷീസുകൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡെവലപ്മെന്റൽ പ്രോജക്റ്റ് നടപ്പാക്കുന്നു, അതോടൊപ്പം തന്നെ നമുക്ക് പല സ്പീഷീസുകളും നഷ്ടപ്പെട്ടു പോകും. അപ്പൊ എന്തായിരുന്നു അന്നത്തെ ഇഷ്യൂസ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ ഇഡിയോട്ടിസ് വെർട്ടിസലേറ്റസ് എന്ന് പറയുന്ന മൂന്നാറിലില്ല, ഇത് നീലഗിരിയിൽ മാത്രം ഉള്ളതാണ്. വെഗിതപ്പാൽ ഭാഗത്തുള്ള ചില ചതുപ്പുകളിൽ വരുന്ന ഒരു സ്പീഷീസ് ആണ്. ലോകത്തിൽ എത്ര സെന്റ് ബാക്കിയുണ്ട് എന്ന് ചോദ്യമുള്ളൂ ഇതിന്റെ ഹാബിറ്റാറ്റ്. ചതുപ്പുകളാണ്, കുറച്ച് മല മുകളിലുള്ള 2000 മീറ്ററിന് മേലെയുള്ള മലകളിൽ ചതുപ്പുകളിൽ ആ നീലഗിരി ഭാഗത്ത് മാത്രം ഉള്ളതാണ് അത്. അതുപോലെ തന്നെ എറിഡിസ് വെഞ്ചൻസ് എന്ന് പറയുന്ന ഓർക്കിഡ്, അതുപോലെ ജഗ് ഓർക്കിഡ്, ഇതൊക്കെ സൈലന്റ് വാലിയിലുള്ളതാണ്. അതുപോലെ നീലഗിരിയിലുള്ള എറിഡിസ്, ഇത് സിലോഗിയൻ ഒഡോറാറ്റിസിമ എന്ന് പറഞ്ഞിട്ട് മണമുള്ള ഒരു ഓർക്കിഡാണ്. സിലോഗിയൻ
മോസയാണ് നേരത്തെ ഞാൻ കാണിച്ചത്, അത് മൂന്നാറിലുള്ളതാണ്. ഇത് നീലഗിരിയിലുള്ള സ്പീഷീസ് ആണ്. ഇതൊക്കെ വളരെ അപൂർവമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന, അപൂർവമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. അതുപോലെ ബാംബു ഓർക്കിഡ് സൈലന്റ് വാലിയിലെ ചില ഭാഗത്തുണ്ട്. നമ്മുടെ നേരത്തെ പറഞ്ഞ ഇക്ഷ്യമരബാറിക്കയുടെ കൂടെ ഉണ്ടാകുന്ന ഒരു സ്പീഷീസ് ആണ്. പല കുറഞ്ഞ സ്പീഷീസ് പറഞ്ഞു. അതിനകത്ത് അമാബിലിസ് 10 കൊല്ലത്തിലോ 15 കൊല്ലത്തിലോ ഒരിക്കലും 10 കൊല്ലത്തിലൊരിക്കലും ആയിരിക്കണം എന്നാണ് കരുതുന്നത്. ഈ അടുത്ത കാലത്ത്, അടുത്തല്ല കുറച്ച് കൊല്ലമായി, 5-6 കൊല്ലം മുമ്പേ പൂത്തപ്പോൾ എടുത്ത ഒരു ചിത്രമാണ്. വയനാട്ടിലെ ചില മലകളിലൊക്കെ ഒന്ന് പൂത്തിയിരുന്നു. അതുപോലെ തന്നെ വയലേഷ്യസ് ഗാമ്പിൾ എന്ന ശാസ്ത്രജ്ഞൻ പറയുന്നത് അദ്ദേഹം കണ്ട ഏറ്റവും നല്ല കുറിഞ്ഞി എന്നാണ്. അത് ഭവാനിയുടെ ഉത്ഭവ സ്ഥാനത്ത് ബന്ദിതപ്പാൽ ഭാഗത്ത് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പേ പൂത്തിരുന്നു. പിന്നീട് വായിച്ചപ്പോൾ മനസ്സിലായി ഗാമ്പിൾ ഡിസ്ക്രൈബ് ചെയ്തൊരു ഷോലയുണ്ട് അവിടെ ഇതിനെ അവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിൽ ഈ പടം എടുത്തത് അതേ ഷോലയായിരുന്നു എന്ന് പിന്നെ ഐഡന്റിഫൈ ചെയ്യുന്നു. വളരെ അപൂർവമായിട്ടുള്ള ഒരു കുറിഞ്ഞിയാണ് വയലേഷ്യസ്. പിന്നെ ഇതിന്റെ ഈ അടുത്ത ഭാഗത്ത് കാണുന്ന ആ വലിയ ചിത്രം ഒരു അപൂർവ, അതെന്ത് കുറിഞ്ഞാണെന്ന് അതിന് മനസ്സിലായി. 88 ഞാൻ പടം എടുത്തിരുന്നു മൂന്നാറിൽ, 98 എടുത്തു, 2008 എടുത്തു, 2018, 4 സീസൺ. അപ്പൊ 10 കൊല്ലാണ് ഇതിന്റെ പീരിയോഡിസിറ്റി എന്നുള്ളത് കൃത്യം മനസ്സിലായി. പക്ഷെ സ്പീഷീസ് മനസ്സിലായത് വളരെ വളരെ കഴിഞ്ഞാണ്. സ്ട്രബേലന്ത സാന്റോസേണി എന്നൊരു സ്പീഷീസ് ഉണ്ട്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു മോണോഗ്രാഫ് ഇറക്കിയിരുന്നു കുറിഞ്ഞുകളെ കുറിച്ച്. അതിനകത്ത് ഈ ആന്റോസേണി പറയുന്നുണ്ട് ഇറ്റ് ഈസ് എക്സ്റ്റിങ്ക്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്റ്റിങ്ക്ട് ആണ്, കണ്ടിട്ടേ ഇല്ല പിന്നീട്. ടൈപ്പ് സ്പെസിഫിൻ അല്ലാതെ പിന്നെ ഈ കുറിഞ്ഞിനെ കുറിച്ച് യാതൊരു അറിവും ഇല്ല. പക്ഷെ ഞാൻ പറയുന്നു മൂന്നാറിൽ ഒരു സ്ഥലത്ത് ഇതുണ്ട് ബാക്കി. അത് അവിടെ നിന്നുള്ള ഒരു പടമാണ്. അത് 10 കൊല്ലത്തൊരിക്കലാണ് പൂക്കുക. 2018 വരെ അത് പൂത്തിരുന്നു. ഇനി 2028 വീണ്ടും പൂക്കുക ആ മേഖലയിൽ. എക്സ്റ്റെന്റ് ആയിട്ടില്ല ഒരു പോപ്പുലേഷൻ ഇപ്പോഴും ബാക്കിയുണ്ട്, ചെറിയൊരു പോപ്പുലേഷൻ. പക്ഷെ ആ ഭാഗത്തിന് എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ ഇത് വൈപ്പ് ഔട്ട് ആയി പോകും. ഇതൊക്കെ ഈ കൺസർവേഷന്റെ വലിയ ഇഷ്യൂ ആയിട്ട് ഇത്ര റയർ സ്പീഷീസുകൾ ഇങ്ങനെ ചിലത് ഒരു ഫോട്ടോഗ്രാഫിക്ക് ഇതിൽ നിന്നും കിട്ടിയ എവിഡൻസ് ആണിത്. ആ ഫോട്ടോഗ്രാഫ് നമ്മൾ നിലനിർത്തിയത് കൊണ്ട് പിന്നീട് ഇതിന്റെ ഐഡന്റിഫിക്കേഷൻ സഹായിക്കുകയും ഇതാണ് ആന്റേഴ്സേണി എന്ന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ അപൂർവമായിട്ടുള്ള മറ്റു പല സ്പീഷീസ് ഉണ്ട്. ഇതില് ബ്രാക്കിക്കോറസ് വൈറ്റി ആണ് റൈറ്റ് സൈഡിൽ ഒരു ഓർക്കിഡ് ആണ്. 100 കൊല്ലത്തിന് ശേഷമാണ് അതിന്റെ റീഡിസ്കവറി വരുന്നത്. അത് ദി ലോസ്റ്റ് ഓർക്കിഡ് ഫ്രം ദ താർ കൺട്രി എന്നാണ് അതിന്റെ ഡിസ്കവറിയെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഓർക്കിഡ് എക്സ്പേർട്സ്. അതുപോലെ വേറെ കണ്ണാന്തളി, കണ്ണാന്തളികൾ പല സ്പീഷീസ് ഉണ്ട്. അതില് ഈ പറയുന്ന വൈറ്റി എന്ന് പറയുന്ന സ്പീഷീസ് ഒക്കെ ഇനി എത്ര ചെടികളാണ് എന്ന് എണ്ണിയെടുക്കാനേ ഉള്ളൂ. അത്രയ്ക്ക് അപൂർവമായി മാറിക്കൊണ്ടിട്ടുണ്ട്. കളറൊക്കെ ഒരു വളരെ പ്രത്യേകതയുടെ കളറാണ്, ഹൈ ആൾട്ടിറ്റ്യൂഡിൽ മാത്രമുള്ളതാണ്. ഡിസ്പ്രീസ് നിഗ്രിയൻസ് എന്ന് ഓർക്കിഡ് വീണ്ടും വളരെ അപൂർവമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇനി പ്രാണിഭോജികളായിട്ടുള്ള 3 സ്പീഷീസ് ഡ്രോസീറയുടെ നമുക്കുണ്ട് ഇന്ത്യയിൽ. ഡ്രോസീറ ഇൻഡിക്ക, ഡ്രോസീറ ബർമാനിയൻ, ഡ്രോസീറ പെൽറ്റേറ്റ. ഡ്രോസീറ പെൽറ്റ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആണ്, മൂന്നാർ ഭാഗത്തൊക്കെ ഉള്ള പ്രത്യേക സമയത്ത് പൂക്കുന്ന. ഇതൊക്കെ അപൂർവമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഹാബിറ്റാറ്റിന്റെ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയില്ല. വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഇത് ഉണ്ടാവുന്നുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ റൊഡോഡൻഡ്രൻ ഹിമാലയൻ സ്പീഷീസ് ആണ്, പക്ഷെ ഒറ്റ സ്പീഷീസ് മാത്രമേ നമുക്കുള്ളൂ. റൊഡോഡൻഡ്രൻ നീലഗിരിക്കെന്നൊക്കെയാണ് പണ്ട് ഇതിനെ വിളിച്ചിരുന്നത്. ഇപ്പോഴും ശാസ്ത്രന്മാർ പറഞ്ഞത് റൊഡോഡൻഡ്രൻ ആർബോറി എന്ന് പറഞ്ഞ ഹിമാലയൻ സ്പീഷീസ് തന്നെയാണെന്ന്. അപ്പൊ ചോദ്യം ഈ ഹിമാലയൻ സ്പീഷീസ് എങ്ങനെയാണ് ഒരു സ്പീഷീസ് മാത്രം ഇവിടെ എത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. അപ്പോ അത് ഒരു പ്രത്യേകത. അപ്പൊ ഒരു സ്പീഷീസ് ഇവിടെ ഉണ്ട്. അത് 1500 മീറ്ററിന് മേലെ നീലഗിരിയിലും മൂന്നാറിലും ഒക്കെ മാത്രം ഒരു സ്പീഷീസ്. അത് മനോഹരമായിട്ടുള്ള ഫ്ലവറാണ്. നേപ്പാളികളുടെ അവിടെ ഒരു ഗുരാസ് എന്ന് വിളിക്കുന്ന ഒരു ഫ്ലവർ. ഓക്കെ, അപ്പോ നീലക്കുറിഞ്ഞി പണ്ട് പൂത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ യൂക്കാലിപ്റ്റസും അതുപോലെ ഈ എന്താണ് ബ്ലാക്ക് വാറ്റിൽ എന്ന് പറയുന്ന അക്കേഷ്യ മിയാൻസ് ഒക്കെ വെച്ച് പിടിപ്പിച്ചു മോണോകൾച്ചർ. അങ്ങനെ ഈ കുറിഞ്ഞി വീണ്ടും പൂക്കുമ്പോഴേക്കും ആ ഹാബിറ്റാറ്റ് നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ യുക്കാലിക്ക് ഇടയിലൊക്കെ കുറിഞ്ഞി പൂക്കുന്നതിന്റെ ഒരു രംഗമാണ് ഇത് മൂന്നാർ ഭാഗത്ത്. അതുപോലെ കൊടൈക്കനാൽ ബെറിജാം ഏരിയ ആണ്. കുറിഞ്ഞി മേഖല മൊത്തത്തിൽ പൈൻ പ്ലാന്റേഷനാക്കി മാറ്റുകയും അവിടെ പിന്നീട് തീ വരികയും ചെയ്തപ്പോൾ ഉള്ള കാഴ്ചയാണ്. അടുത്ത പൂക്കാലത്തിന് കുറിഞ്ഞി അവിടെ പൂട്ടില്ല. അപ്പൊ ഇതൊക്കെ വലിയ മാറ്റങ്ങൾ. ഇതാണ് ഞാൻ പറഞ്ഞ പുൽമേടായിരുന്നു നേരത്തെ, പക്ഷെ ഇപ്പോഴത് അക്കേഷ്യ പ്ലാന്റേഷൻ ആണ്. നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. നമ്മുടെ കുറിഞ്ഞിമല സാങ്ച്വറിയുടെ ഒരു ചിത്രമാണ്. ഒരു കുറിഞ്ഞി ചെടി പോലും അവിടെ ബാക്കി നിൽക്കാതെ ഇത് മുഴുവനായിട്ട് നഷ്ടപ്പെട്ടു. കാരണം അതിനകത്തുള്ള ചില ആൽക്കലോയിഡ്സ് മണ്ണിനെ മുഴുവൻ മാറ്റുകയും ഈ ബ്ലാക്ക് വാറ്റിലല്ലാതെ വേറെ ഒന്നും അവിടെ വളരുന്നില്ല. ഇതാണ് സ്ഥിതി. പക്ഷെ ഇവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ഇപ്പൊ നോക്കുന്നുണ്ട്. മൂന്നാറിൽ ഇനി നീലക്കുറിഞ്ഞി പൂക്കില്ല എന്നുള്ളത് ഈ ബ്ലാക്ക് വാറ്റിൽ പ്ലാന്റേഷനായിട്ട് മാറ്റുന്ന സമയത്ത് വളരെ മനംനൊന്ത് ഞാൻ 1988 അത്ര കൊല്ലമായി നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. അന്ന് ഓഗസ്റ്റ് 4-ന് മാതൃഭൂമി പത്രത്തിലെ എഡിറ്റോറിയൽ പേജിൽ ഒരു ലേഖനം വരുന്നുണ്ട്. കാരണം അതിൽ നമ്മൾ പറയുന്നുണ്ട് എന്തുമാത്രം പ്രത്യേകതയുള്ള ഒരു എക്കോസിസ്റ്റമാണിത്. നീലഗിരി ടാറിനെ കുറിച്ച് കുറിഞ്ഞു പൂക്കുന്ന മേഖലകളെ ഇതൊരിക്കലും ബാക്ക് വാറ്റൽ പ്ലാന്റേഷനാക്കി മാറ്റാൻ പാടില്ല. നീലഗിരിയിൽ ഓൾറെഡി നമുക്ക് അപ്പോൾ അനുഭവമുണ്ട്. ഇത് കൈയടക്കുമ്പോൾ വാറ്റൽ പ്ലാന്റേഷൻ മുഴുവൻ കൈയടക്കുകയും അവിടുത്തെ എൻഡമിക് സ്പീഷീസ് നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. കൺസർവേഷൻ ഓഫ് ദി എൻഡമിക് ആൻഡ് റയർ എൻഡേഞ്ചേർഡ് സ്പീഷീസിനുള്ള ഏറ്റവും വലിയ ഭീഷണിയായിട്ട് മാറിയതാണത്. അതുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനന്ന് എഴുതിയൊരു ലേഖനമാണ്. പക്ഷെ 30-35 കൊല്ലം കഴിഞ്ഞു നമ്മളിത് അവിടുത്തെ
പാമ്പാടും ഷോലയുടെയൊക്കെ അല്ലെങ്കിൽ ഷോല നാഷണൽ പാർക്കുകളുടെ മാനേജ്മെന്റ് പ്ലാനിൽ റെസ്റ്റോറേഷൻ ഓഫ് ദി ഒറിജിനൽ ഹാബിറ്റാറ്റ് എന്നൊരു വാക്ക് കൊണ്ടുവന്ന് അതിനെ വീണ്ടെടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാനായിട്ട്. ഓക്കെ, ഇതൊക്കെയാണ് നടന്നത്. അതുപോലെ അക്കേഷ്യ പ്ലാന്റേഷൻസ്, കാട്ടിനകത്ത് അക്കേഷ്യ കയറ്റിയ സ്ഥലങ്ങളിൽ വെട്ടാനുള്ള തീരുമാനം എടുത്തു. അക്കേഷ്യയും യൂക്കാലിപ്റ്റസിനും വെക്കണ്ട എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ വെട്ടിയ സ്ഥലത്തുള്ള കാഴ്ചയാണ്. അക്കേഷ്യയിൽ ഇനി 10-25 കൊല്ലത്തേക്കുള്ള വിത്തുകളുടെ ഡെപ്പോസിറ്റ് ഉണ്ട്. അതെങ്ങനെയാണ് നമ്മൾ തിരിച്ചെടുക്കുക എന്ന് നശിപ്പിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ റെസ്റ്റോറേഷൻ അത്ര എളുപ്പമല്ല എന്ന് കാണിക്കാൻ പറ്റില്ല. അക്കേഷ്യയുടെ റീഗ്രോത്ത് ആണ് ഇത്. തിരുവനന്തപുരം ഡിവിഷന്റെ ഒരു ഭാഗമാണ്. അതുപോലെ ഈ പറഞ്ഞ ബ്ലാക്ക് വാറ്റിൽ വെട്ടി മാറ്റിയിട്ട് നമ്മൾ പാമ്പാടും ഷോലയിലൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എക്കോ റിസ്റ്റോറേഷൻ നടത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇത്തരം ഗ്രാസ് ടസക്കാണ് നമുക്ക് അവിടെ വരേണ്ടത്. പലതരം ഗ്രാസ് ഒക്കെ വെച്ചുപിടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഒരു 40 ഹെക്ടർ വെട്ടിയിട്ട് തിരിച്ച് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അത് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ. പക്ഷെ വളരെ ആയാസകരമായിരിക്കും എന്നുള്ളത് വളരെ ഉറപ്പാണ്. അത്രയ്ക്ക് വലിയ മാറ്റങ്ങളാണ് ചുറ്റുവട്ടത്ത് സംഭവിച്ചു പോയിട്ടുള്ളത്. ഈ സ്പീഷീസിനെ മാറ്റിയെടുക്കുക എന്നുള്ളത്, ഒരിക്കലും ഇൻവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഇൻവേസീവ് സ്പീഷീസ് അതിനെ മാറ്റി അത്ര എളുപ്പമല്ല, മനുഷ്യ സാധ്യം അല്ലാത്തൊരു കാര്യമായിട്ട് മാറുകയാണ്. ഇത് നമ്മളെ രാഷ്ട്രകൊന്നയുടെ കാര്യത്തിൽ, സെന്ന സ്പെക്ടാബിലിസിന്റെ കാര്യത്തിൽ നമ്മൾ വയനാട്ടിൽ കാണുന്നുണ്ട്. അപ്പൊ അതുപോലെ വേറെ സ്പീഷീസുകൾ 750 ആയിട്ടുണ്ട്. ഓക്കെ, ഞാനത് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് പോകാം. പല ഫ്രോഗ് സ്പീഷീസ് ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടന്നിട്ടുള്ള ഈ അടുത്ത കാലത്ത് വെസ്റ്റേൺ ഘാട്ടിൽ ഫ്രോഗിനെ കുറിച്ചാണ്. ഒരുപാട് റാവ് ഓർക്കസ്റ്റസ് ഉണ്ട്. റാവ് ഓർക്കസ് ഗ്ലാൻഡുലോസസ് എന്ന സ്പീഷീസ് ആണത്. അതുപോലെ തന്നെ ഇത് പുതിയൊരു സ്പീഷീസ് ആയിട്ട് മാറുകയാണ്. മൂന്നാർ എന്നുള്ള ചിത്രമാണ്. ആനമുടിയുടെ മേലെയുള്ള റാവ് ഓർക്കസ്റ്റസ് ഇത് വളരെ കളർഫുൾ ആയിട്ടുള്ള, നമ്മൾ സാധാരണ തവളയുടെ ഒരു കൺസെപ്റ്റ് മാറിയിട്ട് വന്ന ഒരു സ്പീഷീസ് ആണ്. ഒരു ആൾട്ടിറ്റ്യൂഡിലേ ഉള്ളൂ ആനമുടി, അതിന് ചുറ്റുമുള്ള കുറച്ച് പീക്സ്. ഇപ്പോഴും തൊട്ട് മറുവശത്തുള്ള ചില പീക്സ് ഒക്കെ ഇത് കണ്ടെത്തുന്നുണ്ട്. വളരെ അപൂർവമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിനാറിയോ ആണത്. എത്ര കാലം ഇത് നമുക്ക് നിലനിർത്താൻ പറ്റും എന്ന് അറിയില്ല. അതുപോലെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ചില ഫ്രോഗുകളുടെ റീഡിസ്കവറി കാണുന്നുണ്ട്. അതിനകത്ത് റാവർക്കസ് ചാൾസോൾസ് എന്ന് പറഞ്ഞൊരു സ്പീഷീസ്, മഞ്ഞക്കണ്ണുകൾ, ഈറ്റക്കകത്താണ് ഇത് ഉണ്ടാവുക. ഈറ്റ കാടുകളായിട്ട് ബന്ധപ്പെട്ട ഇതും ഈറ്റക്കകത്തുള്ള ഒരു സ്പീഷീസ് ആണ്. ഇത് ഞങ്ങളുടെ അനിൽ സഗറിയുടെ നേതൃത്വത്തിലുള്ള ഞങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു സംഘം, സന്ദീപ് ഇവരൊക്കെയുള്ള ഒരു ഗ്രൂപ്പ് കണ്ടുപിടിച്ച ആദ്യത്തെ 9 സ്പീഷീസിൽ ഒന്നാണ് ഇത്. റാവർക്കസ് മനോഹരി എന്ന പേരിലാണ് നമ്മൾ അതിന് പേരിട്ട് കൊടുത്തത്. ഇത് ഈറ്റ സ്പീഷീസ് ആണ്, ഈറ്റക്കകത്ത് മാത്രം കാണുന്ന സ്പീഷീസ് ആണ്. അതുപോലെ തന്നെ വലിയ ചുണ്ടുള്ള ഹോൺബിൽസ്, അതിനൊക്കെ അതിൻ്റെതായ എക്കോളജിക്കൽ ധർമ്മങ്ങളുണ്ട്. നമ്മളൊരു കൺസർവേഷൻ ഓഫ് ദി നാച്ചുറൽ ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ അതിന്റെ വൈൽഡ് ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ചക്രമുണ്ട്. അതിനകത്ത് ചില എലമെന്റ്സ് ഉണ്ട്. വലിയ പഴങ്ങളുള്ള എവർഗ്രീൻ ഫോറസ്റ്റിലൊക്കെ മരങ്ങളുടെ വിത്തുവിതരണം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്ന സ്പീഷീസുകളുണ്ട്. നമുക്ക് 4 സ്പീഷീസ് ഉണ്ട്. അപ്പൊ അതാണ് ഇത് ചെയ്യേണ്ടത്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്പീഷീസിനെ മാറ്റിക്കഴിഞ്ഞാലും ബാക്കിയുള്ള സ്പീഷീസിനോട് പ്രശ്നം ഉണ്ടാകുന്നുണ്ടെന്നാണ്. മലബാർ പൈഡ് ഹോൺബിൽ. പക്ഷെ നമുക്കിവിടെ കേരളത്തിലൊക്കെ വാഴത്താലൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഞാനവിടെ ഒരിക്കലും കണ്ടിട്ടില്ല. ഉണ്ടാവാം, തീർച്ചയായിട്ടും ഉണ്ടാവാം. പക്ഷെ ദാണ്ടേലി ഭാഗത്ത് ഇത് ധാരാളമായിട്ട് കാണാറുണ്ട്, കർണാടകത്തില്. അതുപോലെ മഹാരാഷ്ട്രയിൽ പോയി കഴിഞ്ഞാൽ നാട്ടിൻപുറത്തും വീട് പറമ്പുകളൊക്കെ ഇതിനെ കണ്ടിട്ടുണ്ട്. ലാൻഡേൽ മെക്കാക്ക് ഇത് ഒരുപാട് ആഘോഷിക്കപ്പെട്ട സ്പീഷീസാണ് സൈലന്റ് വാലിയില്. അതുപോലെ വേറെ ചില ഗ്രൂപ്പുകൾ ബട്ടർഫ്ലൈസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലാൻഡേൽ മെക്കാസിനെ കുറിച്ച് പറയുന്നു, കടുവയെ കുറിച്ച് പറയുന്നു, സ്നോലപ്പേഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ആന ചോരുന്നത് അറിയുന്നുള്ളൂ, കടുക് ചോരുന്നത് നമ്മൾ പലപ്പോഴും അറിയുന്നില്ല എന്നുള്ളതാണ്. ഇത് എവർഗ്രീൻ ഫോറസ്റ്റിനകത്തുള്ള ഒരു ടൈനർ, ഒരു പ്രത്യേക പ്ലാന്റിലാണ്, അപ്പോസിനേസിയ ഫാമിലിപ്പെട്ട ഒരു പ്ലാന്റിലാണ് മുട്ടയിടുക. വനദേവത എന്നൊക്കെ നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട്. ട്രീ നെംഫ്, മലബാർ ട്രീ നെംഫ്. എൻഡമിക്കാണ്, വെസ്റ്റേൺ ഘാട്ടിൽ എൻഡമിക് പൂമ്പാറ്റയാണ്. പക്ഷെ എവർഗ്രീൻ ഫോറസ്റ്റിനകത്ത് മാത്രം, ഗോവ ടു സൗത്ത് മഹേന്ദ്രഗിരി വരെയൊക്കെ കാണാമായിരിക്കും. പക്ഷെ സംഭവം ഇത് അപൂർവമായി മാറിക്കൊണ്ടിരിക്കുക. കാരണം ഇതിന്റെ ഹാബിറ്റാറ്റ് നഷ്ടപ്പെടുന്നു. എവർഗ്രീൻ ഫോറസ്റ്റ് നഷ്ടപ്പെടുന്നതനുസരിച്ച് അതിനകത്തുള്ള അപ്പോസിനേസിയ പ്ലാന്റ് നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഫുഡ് പ്ലാന്റ് നഷ്ടപ്പെടുന്നു. മലബാർ റോസ് എന്ന് പറയുന്ന ഈ തോട്ടിയ സിലിക്കോസ അല്പം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ആ ഗ്രൂപ്പിൽ ആണ് മുട്ടയിടുക. കാരണം അത് എവർഗ്രീൻ ഫോറസ്റ്റിനകത്തുള്ള ഒരു അണ്ടർഗ്രോത്താണ്. നിത്യഹരിതവനം നഷ്ടപ്പെടുന്നതനുസരിച്ച് ഈ ഒരു സ്പീഷീസ് മലബാർ റോസ് നമ്മുടെ എൻഡമിക് ആയിട്ടുള്ള പൂമ്പാറ്റയാണ്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ സ്റ്റേറ്റ് ശലഭമായിട്ടുള്ള മലബാർ ബാൻഡഡ് പീകോക്ക്, ബുദ്ധമയൂരി, ലോകത്തിലെ ബുദ്ധന്റെ പേരുള്ള ദ ഗ്രേറ്റ് സേജ് ബുദ്ധന്റെ പേരുള്ള ഒറ്റ പൂമ്പാറ്റേ ഉള്ളൂ. അത് ബുദ്ധമയൂരിയാണ്. ബുദ്ധനായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു സ്ഥലത്ത് എൻഡമിക് ആയിട്ടുള്ള ഒരു ബന്ധമില്ലെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ ഹിസ്റ്ററിയിൽ പോയി കഴിഞ്ഞാൽ പല ബന്ധങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ബുദ്ധന്റെ ഒരു പ്രോമിനൻസ് ഉള്ള നേപ്പാളിന്റെ ഇന്ത്യയുടെ അതിർത്തിയോ ലുംബിനിയോ ഒന്നുമല്ല. പക്ഷെ ഇവിടെയുള്ള ഒരു പീകോക്കിനാണ് ബുദ്ധന്റെ പേര് വന്നത്, ബുദ്ധ പീകോക്ക് എന്നുള്ള പേര് വന്നത്. അത് നമ്മുടെ സ്റ്റേറ്റ് ബട്ടർഫ്ലൈ ആയിട്ട്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ പ്ലാന്റ് ആണ് ഇപ്പോൾ ഇതിന്റെ ഫുഡ് പ്ലാന്റ്, ലാർവൽ ഫുഡ് പ്ലാന്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. സാന്തോസൈലം റെഡ്സ എന്ന് പറയുന്ന മുള്ളില. അത് മലബാർ ഭാഗത്താണ്, ഈ ലാറ്ററൈറ്റ് ഏരിയയിലൊക്കെയാണ് ഇത് ഡോമിനേറ്റ് ചെയ്യുന്നത്. ആ ഭാഗത്തൊക്കെ ഓണം അടുപ്പിച്ച് ധാരാളമായിട്ട് ഇതിനെ കാണുകയും ചെയ്യാം. ഇതിങ്ങനെ
ആ ഒരു പർട്ടിക്കുലർ സ്പീഷീസ് നഷ്ടപ്പെടുന്നതനുസരിച്ചിട്ട് നമുക്ക് ബുദ്ധമയൂരിയെയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എൻഡേഞ്ചർ ആയിട്ട് ഇതെല്ലാം കൺസർവേഷന്റെ ഇഷ്യൂ ആണ്. ഫുഡ് പ്ലാന്റ് സംരക്ഷിക്കുക എന്നുള്ളത് വലിയൊരു ഇഷ്യൂ ആയിരിക്കണം നമ്മൾ ഇതിനെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ആനയുടെ ഹാബിറ്റാറ്റ്, ടൈഗറിന്റെ ഹാബിറ്റാറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ഈ ബട്ടർഫ്ലൈസിന്റെ കാര്യത്തിൽ പലപ്പോഴും സോട്ടിയ സിലിക്കോസ് ആയാലും നേരത്തെ പറഞ്ഞ ട്രീ നിംഫിന്റെ മലബാർ ട്രീ നിംഫിന്റെ അപ്പോസൈനേസിയ പ്ലാന്റ് ആയാലും ഇതൊക്കെ ഹാബിറ്റാറ്റ് നഷ്ടപ്പെടുമ്പോൾ കൂട്ടത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഇനങ്ങളാണ്. നമ്മൾ അറിയാറില്ല പലപ്പോഴും. ഇതെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടേ നമ്മൾ മനസ്സിലാക്കും. ഇപ്പോൾ മാനുവൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഒരു 5 മിനിറ്റ് എടുത്തിട്ട് ഞാൻ നിർത്താം. മാനുവൽ കോൺഫ്ലിക്റ്റ് ഇന്ന് വലിയൊരു കൺസർവേഷൻ ഇഷ്യൂ ആണ്. എന്താണ് കൺസർവേഷൻ ഇഷ്യൂ എന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഇഷ്യൂ മാനുവൽ കോൺഫ്ലിക്റ്റ് ഒരു വലിയ പ്രശ്നമാണ്. കാരണം മൃഗങ്ങളെ, വനത്തെ അങ്ങനെ തന്നെ ഒരു മെയിൻ സ്ട്രീം എന്ന് മാറ്റി നിർത്തുകയാണ്. ഇത് നിലനിൽക്കുന്നത് വലിയ അപകടമാണെന്നും മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഇതെല്ലാം ഭീഷണിയാണെന്നുള്ള ഒരു നറേറ്റീവാണ് ഇന്ന് നമ്മൾ കാണുന്നത്. നിങ്ങൾ മീഡിയ എടുത്ത് നോക്കിക്കോളൂ, പത്രങ്ങൾ എടുത്ത് നോക്കൂ, നിങ്ങൾ TV കാണുമെന്നും ഏത് ദിവസവും കാട്ടാനക്കലിയും കാടിറങ്ങുന്ന ഭീകരതയും കടുവയും ഒക്കെ അല്ലാത്ത അങ്ങനെ ഒരു ന്യൂസ് ഇല്ലാത്ത ഒരു ദിവസവും നമുക്കില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുക. അപ്പോഴും നമ്മൾ ഈ പഴയ പറഞ്ഞ കമ്പാഷനും കാര്യങ്ങളും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് റീസൺ എന്താണെന്നും ഒക്കെയുള്ള നമ്മളെ പ്രതിസ്ഥാനത്ത് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. എല്ലായിടത്തും പ്രതി ഈ കാട്ടാനയും പുലിയും തന്നെ, കടുവയൊക്കെ തന്നെയാണ്. ഇത് ചെറിയൊരു ഈ കോൺഫ്ലിക്റ്റിന് മുമ്പേ ഉള്ള കോൺഫ്ലിക്റ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ ഇതൊരു കാവൽമാടാണ്. വയനാട്ടിലാണ് ഇത്തരം കാവൽമാടങ്ങൾ ഇപ്പോഴും കാണുക. ഈ കാവൽമാടം എന്ന് പറഞ്ഞ ഒരു കോ എക്സിസ്റ്റൻസിന്റെയോ ഒരു ഹാർമണിയുടെയോ ഒക്കെ ചിഹ്നമായിട്ടാണ് ഞാൻ എപ്പോഴും കാണുക. കാരണം നീ വരുന്ന ഞങ്ങൾക്കറിയാം, നിന്നെ മുഴുവനായിട്ട് നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. നീ വന്നോളൂ, പക്ഷെ ഞാൻ അതിന് കാവലിരിക്കും. എന്റെ കൃഷിയിൽ, എന്റെ പ്രോപ്പർട്ടി, എന്റെ റിസോഴ്സ് എന്നുള്ളതിന്റെ കാവല് ആള് ഞാൻ തന്നെയാണ്, എന്റെ ബാധ്യതയാണ്. നീ വന്നോളൂ, പക്ഷെ എനിക്കുള്ളതൊക്കെ അപ്പുറത്ത് പലയിടത്തും ഉണ്ട്. പക്ഷെ എങ്കിലും നീ ഇങ്ങോട്ട് വരുന്ന എനിക്കറിയാം. പക്ഷെ അതിന് അഥവാ ആനിമലിനെ അംഗീകരിക്കുകയാണ് നമ്മൾ. ആനിമലും ഇതേപോലെ തന്നെയാണ്. നീ അവിടെ കാവലിരിക്കുന്ന എനിക്കറിയാം, എങ്കിലും ഞാൻ ഇതിന്റെ ഏതെങ്കിലും കോണർന്ന് നിന്നിട്ട് പോകും എന്നുള്ളൊരു ചലഞ്ച് അയാളോട് എടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു കാവൽമാടം എന്ന് പറയുന്നത് ഒരു കോ എക്സിസ്റ്റൻസിന്റെ ഒരു ചിഹ്നമായിട്ടാണ് ഞാൻ പലപ്പോഴും എടുക്കുന്നത്. പക്ഷെ ഇന്ന് കാവൽമാടങ്ങൾ നഷ്ടപ്പെട്ടു. കാവൽമാടങ്ങൾ നഷ്ടപ്പെടുന്നതാണ് ഒരു കോൺഫ്ലിക്റ്റിന്റെ ചിഹ്നമാണത്. കാവൽമാടങ്ങൾ ഇല്ലെങ്കിൽ പരസ്പരമുള്ള ബഹുമാനം, അംഗീകാരവും പോയി എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു മാറ്റം വന്നു പോയിട്ടുണ്ട്. അത് മാനസികമായിട്ടുള്ള ഒരു വിദൂരതയിലെത്തുന്നതിന്റെ നിദാനങ്ങളാണ്. മൃഗങ്ങളിൽ നിന്നും വിദൂരതയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇതിനൊക്കെ ശത്രുതയായി കാണും. പക്ഷെ അതിനടുത്ത്, നമ്മുടെ മനസ്സിനടുത്താണെങ്കിൽ നമ്മൾ കാവൽമാടങ്ങൾ ഇരുന്ന് ഇറങ്ങിയിരിക്കും. നീ വന്നു, ഞാൻ നോക്കിക്കോളാം എന്നുള്ള ഒരു ചലഞ്ചാണ്. പക്ഷെ എന്ന് വെച്ച് ഇതിനെ മുഴുവൻ, നിന്റെ വർഗത്തെ മുഴുവൻ ഞാൻ കൊന്നെടുക്കുന്നു, അങ്ങനെ ഞാൻ എന്റെ കൃഷി രക്ഷപ്പെടുത്തുന്നോ അല്ല പറയുന്നത്. എന്റെ കാലത്ത്, ആ ചെറിയ കാലത്ത് ഞാൻ നോക്കിക്കോളാം. ആ അല്ലാത്ത സമയത്ത് നീ എങ്ങനെയെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും എനിക്കുള്ള ആഹാരം എവിടെയൊക്കെ ഉണ്ട്, അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. എന്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ സ്വകാര്യ സ്വത്തായിട്ട് വെക്കും, അങ്ങനെ എടുക്കും എന്നുള്ളൊരു അംഗീകാരമാണത്. ആ അംഗീകാരം നഷ്ടപ്പെടുന്നു. അപ്പോഴാണ് ആ ഹാർമണി നഷ്ടപ്പെടുന്നത്. അപ്പൊ ഇത് അതേ ചുറ്റുവട്ടത്തുള്ള വയനാട്ടിലെ വലിയ പാറപൊട്ടിക്കൽ കേന്ദ്രങ്ങളാണ്. അപ്പൊ ഇവിടെയൊക്കെ വലിയ ശബ്ദവും ഘോഷമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നിന്നുള്ള വൈൽഡ് അനിമൽസ് ഒക്കെ താഴെ ഇറങ്ങുന്നുണ്ട്. അതാണ് പലപ്പോഴും കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കുന്നത്. ആ ഭാഗം നമ്മൾ പറയില്ല. അപ്പൊ എലിഫൻസിന്റെ നമ്പർ കൂടുന്നു എന്ന് പറയുന്നു. പക്ഷെ സെൻസസ് ഫിഗർ ആകെ വനംവകുപ്പിന് മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും സെൻസസ് നടത്താനുള്ള അവകാശവും ഇല്ല, അങ്ങനെ നടത്തിയിട്ടുമില്ല. 2012 6177, 2017 5706. ലേറ്റസ്റ്റ് ഫിഗർ പലപ്പോഴും പുറത്തു വന്നിട്ടില്ല. അത് 4000 താഴെ 4000 അടുത്തൊക്കെ ആണെന്നാണ് ഞാൻ കേൾക്കുന്നത്. അത് പുറത്തു വിട്ടിട്ടില്ല. ഇപ്പം വയനാട് ഉൾപ്പെടുന്ന നിലമ്പൂർ സോണിലും അതുപോലെ 1044 710 എങ്ങനെയാണ് നമ്പർ കൂടി എന്ന് പറയുന്നത്? ഏതിന്റെ ബേസിലാണ് കുറെ എണ്ണത്തിനെ കൊല്ലണം, ഇതിനൊക്കെ അവസാനിപ്പിക്കണം എന്ന് പറയുന്ന ഒരു നറേറ്റീവ് ഉണ്ട്. അത് എന്തിന്റെ ബേസിലാണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോ വയനാട്ടിലെ പ്രശ്നം പറയുകയാണെങ്കിൽ, വയനാട് എന്ന് പറയുന്ന ചെറിയൊരു സ്ഥലമാണ് നമ്മുടെ ഏരിയ, നമ്മൾ താമസിക്കുന്നത്. അതിനപ്പുറത്ത് നാഗർഹോൾ ടൈഗർ റിസർവും, ബന്ദിപ്പൂർ ടൈഗർ റിസർവും, മുതുമൽ ടൈഗർ റിസർവും, അതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് അങ്ങ് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ സത്യമംഗലം ടൈഗർ റിസർവ് ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടിന്റെ ഭാഗത്ത്. മേലെ ബിലിഗിരി രംഗൻ ടൈഗർ റിസർവ് വരെ രണ്ട് മേലോട്ട്. ഇതിന്റെ ഒക്കെ പ്രഷർ വയനാട് ഏറ്റുവാങ്ങേണ്ടി വരുന്നു. സീസണൽ ചേഞ്ചസ്, വെള്ളം അവിടെയൊക്കെ ഇല്ലാതാകുമ്പോൾ വയനാട്ടിലെ നൂൽപ്പുഴയിലൊക്കെ വെള്ളം ഉണ്ടാവും. അന്നേരം വലിയൊരു പ്രഷർ അവിടെ നിന്ന് വരുന്നുണ്ട്. ആ സമയത്ത് കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളണം, അതിന് സജ്ജമാണോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റും നമ്മുടെ ആൾക്കാരും നമ്മുടെ മാനസികാവസ്ഥയും ഒക്കെ എന്നുള്ളതൊക്കെ ആലോചിക്കാനുണ്ട്. ഇതിനെ മിറ്റിഗേറ്റ് ചെയ്യേണ്ടത് എങ്ങനെ എന്നുള്ളത് നല്ല ഉൾക്കാഴ്ചയോടെ ചെയ്യേണ്ട കാര്യമാണ്. ഇതിന്റെ കാരണങ്ങളെ കണ്ടെത്തി നമ്മൾ ഒരു പങ്കാളിത്തത്തോടെ കലക്റ്റീവായിട്ട് ചെയ്യണം. അതല്ലാതെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇത് ചെയ്യണം, അവരുടെ മാത്രം ബാധ്യതയാണെന്ന് പറയുമ്പോഴാണ് പ്രശ്നം. കാരണം റീസൺസ് എന്ന് പറയുന്നത് വളരെ വളരെ ബൃഹത്താണ്. അതിലെല്ലാവർക്കും പങ്കാളിത്തമുണ്ട്, ഇതിന് കാരണങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ പ്രൊട്ടക്ട് എന്ന് പറയുന്നതോ അതിൽ നിന്ന് മിറ്റിഗേറ്റ് ചെയ്യേണ്ട ബാധ്യത ചെറിയൊരു ഡിപ്പാർട്ട്മെന്റ് മാത്രം എടുക്കുമ്പോൾ ഉള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ ഉൾക്കൊള്ളണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ തന്നെ വലിയ ഇതാണ് വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബന്ദിപ്പൂർ, ഇങ്ങനെ ഞാൻ പറഞ്ഞു സത്യമംഗലം ഇവിടെയാണ് വരുന്നത്. ഇതിന്റെ ഒക്കെ ആകെ ഒരു പ്രഷർ പല സീസണിലും ഇതിലേക്ക് വരും. അന്നേരം ടൈഗറിന്റെ നമ്പർ കൂടാം. ഒരേ ക്യാമറ ട്രാപ്പിൽ തന്നെ 7 ടൈഗറിന്റെ ചിത്രം കിട്ടിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് വയനാട്ടിന്റെ നൂൽപ്പുഴ തീരത്ത്. അതൊക്കെ ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും അതിനെ ഉൾക്കൊള്ളാനുള്ള
അല്ലെങ്കിൽ മിറ്റിഗേറ്റ് ചെയ്യാനുള്ള എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അപ്പൊ ഇവിടെ ഒന്ന്, മൃഗങ്ങളുടെ നമ്പർ കൂടി, ഇതിനെയൊക്കെ വെടിവെച്ച് കൊല്ലണം, പലതിനെയും കാട്ടിറങ്ങുന്ന അതിന് എന്താണ് 1972 വൈൽഡ് ലൈഫ് ആക്ട് അമെൻഡ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അമെൻഡ് ചെയ്യേണ്ടത് അതിലത്തെ സെക്ഷൻ 11 നോക്കുക നിങ്ങൾ. സെക്ഷൻ 11 ഇത്തരം മൃഗങ്ങൾ വെടിവെച്ച് കൊല്ലാൻ തന്നെ പറഞ്ഞു. എന്ന് വെച്ച് നേരെ പോയിട്ട് വെടിവെച്ച് കൊല്ലുകയല്ല, അതിനെ ട്രാങ്കുലൈസ് ചെയ്ത് മാറ്റാൻ പറ്റുമോ, ഇതിനെ റീലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമോ, സൂക്ഷിക്കാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്നും നടന്നില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ വെടിവെക്കുക. അതാ ഭരണഘടനയെ പറഞ്ഞ കമ്പാഷനാണ്. അത് നമ്മൾ കാണിച്ചു വെക്കുക, നമ്മുടെ ബാധ്യതയാണത്. അതല്ലാതെ നേരിട്ടങ്ങ് അതിനകത്ത് പറയുന്നുണ്ട് തീരെ ഒന്നും പറ്റില്ല എങ്കിൽ വെടിവെക്കാനുള്ള അവകാശമുണ്ട്. അത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അതിനുള്ള ഉത്തരവിടാം. അപ്പൊ അവിടെ ഞാൻ പറയുന്ന ഇത്രേ ഉള്ളൂ. 1950 കാടിന്റെ ഒരു വിസ്തൃതി വയനാട്ടിന്റെ എടുക്കുമ്പോൾ 1811 സ്ക്വയർ കിലോമീറ്റർ, 82 ആയപ്പോൾ 1064 ആവുന്നുണ്ട്. ഈ ഒരു ചുരുങ്ങിപ്പോയ ഏരിയ ഇത്രയും സ്ക്വയർ കിലോമീറ്റർ എവിടെ പോയി എന്നുള്ളതാണ്. അപ്പം അവിടെ മനുഷ്യന്റെ കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് ഈ ക്വാണ്ടിറ്റി മേഖല, ചുറ്റും കാടാണ്, നടുവിലാണ് മനുഷ്യന്റെ മേഖല. അത് കാട്ടിൽ നിന്ന് കാട്ടിലേക്ക് പോകണമെങ്കിൽ വൈൽഡ് ആനിമൽസ് ഇവിടെ ക്രോസ് ചെയ്ത് വെക്കും. ഇത് ക്വാണ്ടിറ്റിന്റെ മേഖലയായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ആനിമൽസിന്റെ നമ്പർ കൂടി എന്ന് പറയുന്നു, പക്ഷെ കണക്കുകൾ കാണിക്കുന്നത് കുറഞ്ഞു എന്നാണ് നമ്മുടെ പ്രകാരം. പക്ഷെ മനുഷ്യരുടെ നമ്പറും 1881 88,000 ആൾക്കാർ, പിന്നീട് 901 75,000 കുറയുക ചെയ്തത്. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വയനാട്ടിൽ, അതുകൊണ്ട് ഒരു പോപ്പുലേഷൻ ഡിക്ലൈൻ നടന്ന സമയമാണ്. പിന്നീട് 1911 82,540, 2011 അനുസരിച്ച് പ്രകാരം 8,16,558. അപ്പൊ ആരുടെ നമ്പറാ കൂടിയ? കടുവയുടെ, ആനയുടെ ആണോ അതോ മനുഷ്യന്റെ ആണോ? മനുഷ്യന്റെ നമ്പർ കൂടുമ്പോഴാണ് കോൺഫ്ലിക്റ്റ് വന്നത്, ഈ ആനിമൽസിന്റെ നമ്പർ കൂടുമ്പോഴല്ല. അതിന്റെ വൈൽഡ് ലൈഫ് അതിന്റെ ഏരിയയിലേക്ക് നമ്മുടെ കടന്നുകയറ്റം ഉണ്ടായപ്പോഴാണ് പലപ്പോഴും കോൺഫ്ലിക്റ്റ് മേഖലകളായിട്ട് മാറുന്നത്. പക്ഷെ ഈ ഒരു ഭാഗം നമ്മൾ വിസ്മരിക്കുന്നുണ്ട്. കാരണം ആനിമൽസിന്റെ നമ്പർ കൂടി അതിനെ കള്ള് ചെയ്യണം, അതിനെ റെഗുലേറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്നുണ്ട്. അപ്പൊ ഇതില് ആനിമൽ കോൺഫ്ലിക്റ്റിന്റെ ഫിഗർ നോക്കി കഴിഞ്ഞാൽ RTA കൊടുത്തു കഴിഞ്ഞാൽ അവർ തരും എത്രയാണ്. ആ തരുന്ന ഫിഗർ എന്ന് വെച്ചാൽ ഈ മൊത്തം കൊടുത്ത കോമ്പൻസേഷൻ അനുസരിച്ചാണ്. അപ്പൊ ഇതിൽ 2017, 18, 19 ഒരു ഫിഗറായിട്ട് എടുക്കുക, 146. ഇത്രയും വലിയ ഫിഗർ വേറെ കിട്ടില്ല. അപ്പൊ നമ്മൾ പെട്ടെന്ന് പറയും 146 പേര് വൈൽഡ് ആനിമൽ കോൺഫ്ലിക്റ്റിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഭയങ്കരം തന്നെ എന്ന് നമ്മൾ പറയും. പക്ഷെ ഈ ഭയങ്കരം തന്നെ സ്പ്ലിറ്റപ്പ് നമ്മൾ ചോദിക്കുന്നില്ല. 18, 19 എങ്ങനെയാണ്? അത് കഴിഞ്ഞ് ഡിക്ലൈൻ ആണ്. 90, പിന്നെ 88, 113, 89, 76, 57. പക്ഷെ നിങ്ങൾ നിറയിട്ട് നോക്കി കഴിഞ്ഞാൽ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കൂടി വരുന്നതാണ്. എവിടെ നിന്നാണ് ആ ഫിഗർ എന്ന് മനസ്സിലാവുന്നത്? ഇത് കുറഞ്ഞിട്ടേ ഉള്ളൂ, കുറഞ്ഞു വരികയാണ്. പക്ഷെ ഈ കുറയുന്നത് സത്യത്തില് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതില് സ്പ്ലിറ്റപ്പ് നോക്കുക. ആ 2018, 19 അത് ഇതാണ് 146 പേര് കൊന്നടുത്ത് 123 സ്നേക്ക് ബൈറ്റ് ആണ്. ഇതൊന്നും കാട്ടിലല്ല, കാട്ടിൽ ഒരു പാമ്പ് കടി മരണം പോലും നടന്നിട്ടില്ല. ഇത് മുഴുവൻ നാട്ടിൻപുറത്ത് നടക്കുന്നതാണ്, പഞ്ചായത്ത് മേഖലയിൽ നടക്കുന്നതാണ്. ഇതിന്റെ കോമ്പൻസേഷൻ വനം വകുപ്പും അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വകുപ്പും കൊടുക്കുന്നതുകൊണ്ടാണ് ഇത് ഫിഗർ ഔട്ട് ചെയ്യുന്നത്. 123 ബാക്കി 23 ഉള്ളൂ ഈ പറയുന്ന ആനയ്ക്കും കടുവൊക്കെ കൊടുക്കാനുള്ളത്, പന്നിക്കും കൊടുക്കാനുള്ളത്. അപ്പൊ ആ ഫിഗർ വളരെ എക്സാജറേറ്റ് നമ്മൾ കാണിക്കുകയും ഇതിന്റെ എല്ലാം ആകത്തുക നോക്കിക്കഴിഞ്ഞാൽ മൊത്തം കോൺഫ്ലിക്റ്റിന്റെ വലിയ നമ്പറാണ് വരുന്നത്. ആ നമ്പർ സത്യത്തിൽ കൃത്യമായിട്ട് വൈൽഡ് ആനിമലിന്റെ അറ്റാക്ക് കൊണ്ട അല്ല, അത് പാമ്പ് കടി ഏറ്റുകൂടിയുള്ള മരണമാണ്. ആ പാമ്പ് കടി മരണവും കുറഞ്ഞു വരുന്നുണ്ട്. അവസാനം 32 ആവുന്നുണ്ട് 2024, 25 ആവുമ്പോൾ. ഈ 123, 32 എന്ന് പറഞ്ഞാൽ ഏകദേശം 100-ന് ഒരു കുറവുണ്ട്. ഇത് ഈ സർപ്പ ആപ്പും വനം വകുപ്പിന്റെ എല്ലാ ജില്ലകളിലുള്ള ഇത്തരം പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ 20-22 പേരൊക്കെ ആനക്കലിയിൽ തീർന്നു പോകുന്നുണ്ടെങ്കിൽ അജ്ഞാതരായ ഏതോ 100 പേരെയൊക്കെ ഒരു കൊല്ലത്തിൽ ഈ പറയുന്ന പ്രവർത്തനങ്ങൾ രക്ഷിക്കുന്നുണ്ട്. പക്ഷെ അത് ഹൈലൈറ്റ് ചെയ്യാതെ പോകുന്നതാണ്. ഈ പാമ്പ് കടി മരണം എല്ലാ വർഷത്തിലും നടന്ന അതിന്റെ ചില കണക്കുകളൊക്കെയാണ്. ഓരോ കൊല്ലത്തിൽ മരണത്തിന്റെ കണക്കുകളുണ്ട്. അത് കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പൊ 119, 2019 24 അത് 30 മാറുന്നുണ്ട്. ആ തരത്തിൽ കോൺഫ്ലിക്റ്റ് അവിടെ കുറയുകയാണ്. ഈ ആനയുടെ അറ്റാക്ക് കൊണ്ടുള്ള മരണം എപ്പോഴും 20-നും 25-നും ഇടയിൽ പല കൊല്ലങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. കൂടിയിട്ടില്ല, സത്യത്തിൽ കൂടി വരുന്നു എന്നുള്ളൊരു നറേറ്റീവ് വരുന്നുണ്ട്. പക്ഷെ ഫിഗർ നോക്കി കഴിഞ്ഞാൽ അത് കൂടുന്നില്ല, മോർ ഓർ ലെസ് സെയിം ആയിട്ട് നിൽക്കുകയാണത്. അതിൽ എലിഫന്റിന്റെ ഡെത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു 26 ഉണ്ട്, ചില കൊല്ലങ്ങൾ 16 ഉണ്ട്, 13 ഉണ്ട്, 12 ഉണ്ട്. ഇപ്പൊ വീണ്ടും കുറച്ച് കൊല്ലങ്ങളായിട്ട് 35, 27, 22, 15 ഇങ്ങനെ ഇതാണ്. അപ്പൊ അത് എന്താണ് കൂടുന്നു എന്ന് പറയുന്ന അർത്ഥമില്ല, മോറോളസ് അതിന്റെ ഒരു നമ്പർ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ്. അപ്പൊ അതില് ഇപ്പൊ കാട്ടുപന്നിയാണ് വലിയൊരു പ്രശ്നമായിട്ട് പറയുന്നത്. ഇപ്പൊ കാട്ടുപന്നീനെ വെടിവെക്കാനുള്ള അവകാശം പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കാട്ടുപന്നി അല്ല, ഇത് നാട്ടുപന്നിയാണ്. ഇതിന്റെ ഏതോ മുതുമുത്തച്ഛൻ ഒരിക്കലും കാട്ടിലുണ്ടായിരുന്നു എന്നുള്ള ശരിയാണ്. ഇത് നാട്ടുമ്പുറത്ത് ജനിച്ചു വളർന്ന അവിടുത്തെ ക്രോപ്പ് റൈഡിങ് നടത്തി ജീവിച്ചു പോയ ഒരു പന്നിയാണ്. പക്ഷെ അത് വലിയ പ്രശ്നമായിട്ട് നാട്ടുമ്പുറത്ത് മാറുന്നുണ്ട്. അതിന്റെയും അറ്റാക്കിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ കോമ്പൻസേഷൻ വനം വകുപ്പ് കൊടുക്കണം. വലിയ ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ കാട്ടുപന്നി കോൺഫ്ലിക്റ്റ് ഏത് കാടിന് അടുത്തേ അല്ല, 30-40 കിലോമീറ്റർ അകലെയായിരിക്കും കാട്. പക്ഷെ കാട്ടുപന്നിയുടെ അറ്റാക്ക് ഇപ്പൊ ഇവിടെ വെച്ച് കൊല്ലാനുള്ള അവകാശം കൊടുക്കുകയും പല പഞ്ചായത്തുകൾ ഉപയോഗിക്കുന്നുണ്ട്. നിലമ്പൂര് വഴിക്കടവ് പഞ്ചായത്ത്
71 പന്നികളെ കൊല്ലുകയുണ്ടായി. പിന്നീട് നിർത്തി. എന്തുകൊണ്ട് നിർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിർത്തേണ്ടി വന്നതെന്ന് വെച്ചാൽ ഇതിന്റെ കാശ് കൊടുക്കാൻ പറ്റിയിട്ടില്ല പഞ്ചായത്തിന്. അതുകൊണ്ട് അത് നിർത്തിവെക്കേണ്ടി വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ അത്തരം കോൺഫ്ലിക്റ്റുകളൊക്കെ നടക്കുന്നുണ്ട്. ഇതിനപ്പുറം ഞാൻ നോക്കിയിട്ട് ഞാൻ വേറൊരു ഫിഗർ എടുത്ത് നോക്കി. 2017 തൊട്ട് 2024 വരെയുള്ള ഈ പട്ടി കടിച്ച് നമ്മുടെ പേപ്പട്ടി, ഇത് നാട്ടുമ്പുറത്ത് നടക്കുന്ന, നമ്മുടെ തെരുവോരത്ത് നടക്കുന്ന തെരുവെട്ടികൾ കഴിച്ചിട്ട് 119 പേരാണ്. ഈ കാലഘട്ടത്തിൽ ഇത്രയും പേര് ഈ വന്യമൃഗാക്രമണത്തിൽ മരിച്ചിട്ടില്ല. പാമ്പിന്റെ കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ, പാമ്പിന്റെ കാര്യം മാറ്റുന്നു, ഇതെല്ലാം പഞ്ചായത്ത് ഏരിയ നടക്കുന്നതാണ് പാമ്പ് കടിമരണങ്ങളും. പക്ഷെ കാടിന്റെ ഓരത്ത് നടക്കുന്നത് ആനയോ കടുവയോ പന്നിയോ ഒക്കെയാണ്. പന്നി പലപ്പോഴും നാട്ടുമ്പുറത്താണ് കൂടുതൽ എടുത്ത് നടന്ന് കാട്ടിനേക്കാളോ. 119 മരണങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഇതൊരിക്കലും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല. അതിനോട് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, ഇതെല്ലാം ദൗർഭാഗ്യകരമാണ്. പക്ഷേ ഈ കാട്ടിലെ ആനക്കലിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ സത്യസന്ധമായിട്ട് മറ്റു കാര്യങ്ങൾ നോക്കുന്നില്ല. ഇത് വല്ലാത്തൊരു ഒരു ഭീകരത ഉണ്ടാക്കി കാടിനോടും കാട്ടുമൃഗങ്ങളോടും ഒക്കെ മനുഷ്യർക്ക് വെറുപ്പുണ്ടാകുന്ന വിധത്തിലുള്ള ഒരു നറേറ്റീവ് വരുന്നുണ്ടോ എന്നുള്ള സംശയം എനിക്കുണ്ട്. ഇത് വീണ്ടും എഴുതുകയാണെങ്കിൽ ഇത് ഞാൻ കാണാൻ പറ്റില്ല. ഇതിന്റെ പേരില് ഒരിക്കലും ആന എഴുന്നള്ളിപ്പ് വേണ്ടെന്ന് വെക്കാനോ ഈ പറയുന്ന നാട്ടുകാരെ കൊന്ന ആനയെ വെടിവെച്ച് കൊല്ലണമെന്ന് ആരും അവകാശപ്പെടുന്നില്ല. 8 പേരെ വെടിവെച്ച് കൊന്ന ആനയെയും നമ്മൾ എഴുന്നള്ളിച്ച് വലിയ പൂരപ്പറമ്പിലൊക്കെ കൊണ്ടു നിർത്തുന്നുണ്ട്. നമുക്ക് ചരിത്രം ഞാൻ അതിലേക്ക് പോകുന്നില്ല. അവിടെയൊന്നും ഇല്ലാത്ത പ്രശ്നം എങ്ങനെയാണ് കാട്ടാനയുടെ കാര്യത്തിൽ മാത്രം വരുന്നത്? ഒരാന നമ്മൾ ഉണ്ടാക്കുന്ന പല കാരണങ്ങൾ പുറത്തു വന്ന് ഉറപ്പിടിഞ്ഞ് അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വലിയ മുറവിളിയും വൈൽഡ് ലൈഫ് ആക്ട് അമെൻഡ് ചെയ്യണമെന്നും വനം വകുപ്പുകാരെ മുഴുവൻ ബന്ദികളാക്കണമെന്നും 5 ലക്ഷം രൂപ അന്ന് തന്നെ വെച്ച് കൊടുക്കണമെന്നും പറയുന്ന ഒരു സ്ഥിതി ഉണ്ടല്ലോ. ആ നറേറ്റീവ് കാടിനെ ജനങ്ങളിൽ നിന്ന് അകറ്റുകയും കാട്ടുമൃഗങ്ങളൊക്കെ ഭീകരജീവികളായിട്ടാണ്. പക്ഷേ ഇത്തരം സ്ഥലത്ത് നടക്കുന്ന, ഞാൻ പലപ്പോഴും ചില കൊല്ലങ്ങളിലൊക്കെ 2010 തോന്നുന്നുണ്ട് കമ്പയർ ചെയ്തപ്പോൾ ആനകൾ കൊന്നതിനേക്കാളും നാട്ടാനകൾ മനുഷ്യരെ കൊന്നിട്ടുണ്ട് ഉത്സവ സ്ഥലത്തുമൊക്കെ വെച്ചിട്ട്. നമ്പർ കൂടുതൽ അതായിരുന്നു. പക്ഷെ അവിടെ അത്തരം മൃഗങ്ങളെയൊക്കെ വെടിവെച്ച് കൊല്ലണമെന്നോ വേറെ എവിടെയും പാർപ്പിക്കണമെന്നോ ആൾക്കാരുടെ ഇടയിൽ നടത്താൻ പാടില്ല. ഇത് വീണ്ടും അടുത്ത ഉത്സവം വരുമ്പോൾ നെറ്റിപ്പാട്ടൊക്കെ കേട്ടി വീണ്ടും നാട്ടുകാരുടെ ഇടയിലോട്ട് അതിന് ഇറക്കുന്നുണ്ട്. അപ്പൊ ഇതും കൂടി നമ്മൾ ആലോചിക്കുക. ഇത് വീണ്ടും മറ്റൊരു രംഗമാണ് നമ്മുടെ കാണാൻ ഇറങ്ങിക്കാണ്. ജനങ്ങളാണ് അവിടെ. എങ്ങനെയാണ് ചെയ്യാനായിട്ട് ആൾക്കാർ ഇറങ്ങേണ്ടത്? ഇതാണ് ജനങ്ങളുടെ ഒരു താല്പര്യം. അതുകൊണ്ട് തന്നെയാണ് മീഡിയ അത്തരം കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുകയും ഇതിന് വലിയ സമയവും ഒക്കെ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്. ഇത് അന്നത്തെ ആ കടുവ സ്ഥലത്തേക്ക് ആൾക്കാർ ഒരു പ്രവാഹം, ഇതാണ് ജനങ്ങളുടെ താല്പര്യം. ഇതിനെ പരിപോഷിപ്പിക്കുന്ന തരത്തിലാണ് മീഡിയയുടെ ബിഹേവിയർ. അതാണ് വലിയ നറേറ്റീവ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്, മനസ്സിലാക്കി. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നു. അപ്പൊ ഈ കൺസർവേഷൻ ഇഷ്യൂസിൽ പണ്ട് 66 ഒരു കേരളകൗമുദിയുടെ ഇതില് കാടുകളുടെ കഷ്ടകാലം എന്നും പറഞ്ഞിട്ട് ഒരു എഡിറ്റോറിയൽ ഉണ്ട്. ഞാനതിങ്ങനെ വായിക്കായിരുന്നതായിട്ട്. കാട് കയ്യേറ്റത്തെ കുറിച്ചൊക്കെ തന്നെയാണ് ഇത് പറയുന്നത്. അന്നത്തെ നറേറ്റീവ് 66 എന്ന് പറഞ്ഞാൽ കൊല്ലത്രയെന്ന് ആലോചിക്കണം. അപ്പൊ ആ സമയത്തുള്ള ഇതിനെ കുറിച്ച് പറയാണ്. അപ്പൊ അതില് പറയുന്നുണ്ട് വൻകിടക്കാരാണ് കയ്യേറുന്നത്, പാവപ്പെട്ടവരെല്ലാം അതിന്റെ നമ്പറൊക്കെ പറയുന്നുണ്ട് കുറെ കാര്യങ്ങൾ. ഇത് അന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത് അന്നത്തെ മീഡിയയുടെ റിപ്പോർട്ടിങ് ഈ തരത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതൊരു കയ്യേറ്റ മേഖലയാണ്. വീണ്ടും നമ്മുടെ നല്ല നിത്യഹരിത വനങ്ങൾ കാഞ്ഞിരപ്പുഴ മലയോരത്ത് കയ്യേറിയിട്ട് ഒരാൾ കൈവശം വെച്ചിരിക്കുകയാണ്. കുറച്ച് കൂട്ടർ അവിടെ കയറി കാട് വെട്ടി കയ്യേറി. അപ്പൊ ഇവിടെ കോൺഫ്ലിക്റ്റിന്റെ തുടക്കമാണ്. ഇവിടെ ആനയുണ്ട്, ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ ഉണ്ട്. 12 കൊല്ലം കഴിഞ്ഞ് ഞാൻ അതേ ഭാഗത്ത് പോയപ്പോൾ ഉള്ള ദൃശ്യമാണ്. അത് മുഴുവൻ തോട്ടം മേഖലയായിട്ട് മാറുന്നുണ്ട്. ഇവിടെ മുഴുവൻ മാനേജ്മെന്റ് കോൺഫിഡന്റ് ആവുന്ന യാതൊരു സംശയവുമില്ല. കാരണം കാട്ടിന്റെ നടുവിലാണ് ഈ സ്ഥലം. ഇത് രണ്ടും ഒന്നിച്ചുള്ള അതേ സ്ഥലമാണിത്. ഇത് കാഞ്ഞിരപ്പുഴയുടെ ഒരു കാച്ച്മെന്റിലുള്ള ഒരു സ്ഥലമാണ്. ഓട്ടെ. അതുപോലെ മാങ്കുളം റിസർവ് 72,253 ഏക്കർ നമ്മൾ ടാറ്റയിൽ നിന്ന് റെസ്യൂം ചെയ്തെങ്കിലും അതിന് നോട്ടിഫിക്കേഷൻ ഇല്ലായിരുന്നു, റിസ്ക് നോട്ടിഫിക്കേഷൻ. ഇതൊക്കെ കൺസർവേഷന്റെ വലിയ ഇഷ്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അന്ന് സൗദകുമാരി ടീച്ചർ, പി.കെ. ഉത്തമൻ, ബാദുഷ, വഹാബ്, ഡോക്ടർ സതീശ് ചന്ദ്രൻ നായർ ഒക്കെ ചേർന്ന് അവിടെ ഒരു കാൽനട യാത്രയൊക്കെ നടത്തിയിരുന്നു. ഈ വനം സംരക്ഷിക്കണമെന്നും അതിന് റിസർവ് നോട്ടിഫിക്കേഷൻ വേണം. പിന്നീട് ഈ സമീപകാലത്ത് നമ്മുടെ ഒക്കെ വിട്ടുപോയ ശ്രീ വി.എസ്. അച്യുതാനന്ദന്റെ ഗവൺമെന്റ് അദ്ദേഹം താല്പര്യമെടുത്താണ് പിന്നീട് അതിന് റിസർവ് നോട്ടിഫിക്കേഷനെ കൊണ്ടുവരുന്നത്. ഇത് സത്യത്തിൽ നയിച്ചത് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷനാണ്. അവരാണ് താല്പര്യമെടുത്തത്. പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷനാണ് ആലുവയിൽ ടീച്ചറെയും ഞങ്ങളെ കൊണ്ട് താമസിച്ചിട്ട് ഇവിടെ വലിയ യാത്ര നടത്തുകയും അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ വി.എസ്. അച്യുതാനന്ദന് കൂടി ഇതിന്റെ നിവേദനം കൊടുക്കുകയും അദ്ദേഹം അത് മുഖ്യമന്ത്രിക്ക് ഫോർവേഡ് ചെയ്യുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടായി. പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോൾ അത് നമുക്ക് സാധ്യമാക്കി തന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇതൊക്കെ വലിയൊരു മൂവ്മെന്റ് ആണ്. ഇപ്പോഴും ഏറ്റവും ലേറ്റസ്റ്റ് വരുന്ന ഒരു ഇതാണ്.
1000-ഓളം ഇൻഡിജിനസ് ട്രീസ് ഫെൽഡ് ഇൻ കാർഡമം ഹിൽ റിസർവ്. 1000-ഓളം ചതുരശ്ര കിലോമീറ്ററുള്ള കാർഡമം ഹിൽ റിസർവിൽ ആകെ ബാക്കിയുള്ളത് നമ്മുടെ മതികെട്ടാൻ മേഖല മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഇപ്പോഴ് നമ്മൾ കരുതിയത് ഇനി വലിയ ഫെല്ലിംഗ് ഒന്നും ഉണ്ടാവില്ല, ഇത്രയും എൻവയോൺമെന്റൽ വാല്യൂ ഉള്ള ഒരു ഫോറസ്റ്റ് ഏരിയ, അതാണ് കാർഡമം ഹിൽ റിസർവ് എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ വലിയ അവർ പറഞ്ഞിരിക്കുന്നത് പ്രൂണിങ് മാത്രമാണ് നടക്കുന്നത്, ഓൺലി പ്രൂണിങ് അലൗഡ്. അവിടെ മൊത്തം വനം വെട്ടിമാറ്റുന്ന ഒരവസ്ഥ ഇപ്പോഴും നടക്കുന്നു നമ്മുടെ CHR, ഇപ്പോഴും നമ്മുടെ കൺമുമ്പിൽ. മീഡിയ ഇത് നമ്മുടെ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് ഹിന്ദു അല്ലാതെ വേറെ ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടോ? മതികെട്ടാൻ സമയത്ത് ഏറ്റവും താല്പര്യമെടുത്ത ഒരു പത്രമായിരുന്നു ഹിന്ദു. ആദ്യത്തെ റിപ്പോർട്ട് ഹിന്ദുവിലാണ് വരുന്നത്. ഞങ്ങളൊക്കെ അതിന്റെ പിറകിലുണ്ട്. അതും പിന്നീട് മലയാളം പത്രങ്ങളൊക്കെ ഏറ്റെടുത്ത് ആ കട്ടിങ്സുമായിട്ടാണ് VS അച്യുതാനന്ദനെ കാണുന്നതും അദ്ദേഹം മതികെട്ടാൻ കയറുന്നതും ഒക്കെ. വലിയ ചരിത്ര സംഭവങ്ങളാണ്. അതിന് പിന്നീട് നടന്നാൽ അറിയാം, നമുക്കത് മതികെട്ടാൻ ഒരു നാഷണൽ നടന്നു. അത്തരം മൂവ്മെന്റുകളൊക്കെ ഈ കൺസർവേഷൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ കൺമുമ്പിൽ വെച്ചിട്ട് ഇതിപ്പോ ഈ ഒരാഴ്ച നടക്കുന്നതാണ്. ഇതേ പ്രക്രിയകൾ വീണ്ടും തുടരുന്നു. നമ്മൾ എവിടെ നിൽക്കുന്നു? 0-1 വീണ്ടും സ്ക്വയർ 1 നമ്മൾ എത്തി നിൽക്കുകയാണ്. ഈ കാർഡമം ഹിൽ ഏരിയയുടെ ഒക്കെ കാര്യം. കാട്ടാനക്കലി വീണ്ടും ഈ തരത്തിലാണ് പലപ്പോഴും ഇതിനെ പ്രൊജക്ട് ചെയ്യപ്പെടുക. മുണ്ടൂറിൽ ഒരാളെ കൊന്നപ്പോൾ പ്രത്യേകം മാറ്റാൻ സമ്മതിക്കാൻ നാട്ടുകാർ. നിങ്ങൾ നോക്കുക, ഇലക്ഷൻ നടക്കുന്ന സമയമാണ്. അതിന്റെ അല്ല ഞാൻ കാണുന്നത്, മീഡിയ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്. മൃതദേഹം മാറ്റാൻ സമ്മതിക്കാതെ നാട്ടുകാർ, വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു വെച്ചിരിക്കുന്നു. കളക്ടർ വരാതെ മൃതദേഹം എടുക്കാൻ സമ്മതിക്കില്ലെന്ന് പ്രദേശവാസികൾ. അപ്പോൾ ഇത് വലിയൊരു ഒരു വൈകാരിക പ്രശ്നമായിട്ട് മാറുന്നു. അതേസമയം മറ്റ് പലയിടത്തും വാണിയമ്പുഴയിലെ കാട്ടാനാക്രമണം, അത് സത്യത്തിൽ ഈ ഒരു ആദിവാസി കാട്ടിനകത്ത് കൂണ് പറിക്കാൻ പോയപ്പോൾ അവിടെ വെച്ച് നടന്നൊരു സംഭവമാണ്. പക്ഷെ പെട്ടെന്ന് കാട്ടാന ആദിവാസിയെ കൊന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ സംഭവമാണ്. പക്ഷെ നറേറ്റീവ് എന്നുള്ളത് ആനയ്ക്കും കാടിനും എതിരായിട്ടുള്ള നറേറ്റീവ്സ് ആണ് എപ്പോഴും മീഡിയയിൽ വരിക. ഇത് നമ്മളെപ്പോഴും കാണുന്നതാണ്. എല്ലാവരും ടിവിയുടെ മുമ്പിലാണ് പെട്ടെന്ന് കാണുക. വാണിയാമ്പുഴയിൽ കാട്ടാനാക്രമണം, ഒരു ആദിവാസിയുടെ ജീവൻ പോയി. പക്ഷെ അദ്ദേഹം കൂണ് പറിക്കാൻ വേണ്ടി അകത്ത് പിറ്റേ ദിവസം പത്രത്തിലുണ്ട് കാര്യങ്ങളൊക്കെ. വനത്തിൽ കൂണ് ശേഖരിക്കാൻ പോയ ആള് കാട്ടിനകത്ത് വെച്ച് നടക്കുന്ന സംഭവമാണ്. കാട്ടിനകത്ത് കാട്ടാനും ഉണ്ടാവും. അത് പോകുമ്പോഴും നമ്മൾ സൂക്ഷിക്കണം. പൊതുവെ ആദിവാസികൾക്ക് അങ്ങനത്തെ തെറ്റ് പറ്റാറില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് ആദിവാസികൾ കുറെ കൊല്ലപ്പെടുന്നുണ്ട്. പ്രധാനപ്പെട്ട കാരണം ഒന്ന് നമ്മുടെ ആറളത്ത് ആദിവാസികൾക്ക് സ്ഥലം കൊടുത്തത്. അത് കാടുമായിട്ട് ബന്ധപ്പെട്ട ആദിവാസികളാണ്. കാട്ടാനയായിട്ടൊന്നും വലിയ പരിചയമില്ലാത്ത ആദിവാസികളാണ് ഒരു ആനത്താരയിലാണ് കൊടുത്തത്. രണ്ടാമത് ചിന്നക്കനാല്, സൂര്യനെല്ലിയിൽ നിന്ന് ആനയിറങ്കലിലേക്ക് ആന പോകുന്ന ഒരു വഴി, അവിടെ ആനകളുണ്ട്, അവിടെയാണ് കൊടുത്തത്. 301 കോളനി എന്ന് പറയുന്നത്. അവിടെ 35 പേര് ആന കൊന്നു, മറ്റടുത്ത് 21 പേര് ആന കൊന്നു. അപ്പൊ അതിൽ മിക്കതും ആദിവാസികളാണ്. അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ്. ആദിവാസിക്ക് മാന്യമായിട്ട് കൃത്യമായിട്ട് അവൻ അവകാശപ്പെട്ട സ്ഥലം കൊടുക്കാതെ ആനത്താര കൊടുത്തത് കൊണ്ടുണ്ടാക്കിയ പ്രശ്നമാണ്. എന്താണ് പരിഹാരം? ശാശ്വത പരിഹാരം ചെയ്യുന്നത് ആദിവാസികളോട് മാറ്റിപ്പാർപ്പിക്കണം. അവർക്ക് ഏറ്റവും അർഹതപ്പെട്ട ഭൂമി വേറെ കൊടുക്കണം. അവർക്ക് ജീവിക്കാനുള്ള അർഹതയുണ്ട്. അവരുടെയാണ് കാട് എന്ന് പറയുന്നത്. അവർക്കാണ് ഏറ്റവും വലിയ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അത് നമ്മൾ ചെയ്തില്ല. അവർ ആനത്താര കൊടുത്തു, ആദിവാസി ആന വന്നു. അപ്പൊ ആ ഒരു ഭാഗം നമ്മൾ നറേറ്റീവ്സിൽ വരുന്നില്ല. എന്തുകൊണ്ടാണ് ആദിവാസി കൊല്ലപ്പെടുന്നത് എന്നുള്ളത്. ഓക്കെ, 2016 തൊട്ട് 2024 763 ആനകൾ ചത്തുപോയിട്ടുണ്ട് കേരളത്തില്. അത് പലതും ഇലക്ട്രോക്യൂഷൻ ഉണ്ട്, പോയിസണിങ് ഉണ്ട്, വെടിവെച്ച് കൊല്ലപ്പെട്ടതുണ്ട്, പല രോഗങ്ങൾ കൊണ്ട് മരിച്ചതുണ്ട്. ഇത് അതിന്റെ ഒരു മറുവശമാണ്. ആനകളും ഡിക്ലൈൻ ചെയ്യാണ്, പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്ത് പോവുകയാണ്. ഓക്കെ, അപ്പൊ കോൺഫ്ലിക്റ്റ് ടു കോഎക്സിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ മനുഷ്യന് മാത്രമേ പറ്റുകയുള്ളൂ. ഞാൻ നിർത്തുകയാണ്, സമയം അതിക്രമിച്ചതുകൊണ്ട്. അപ്പൊ ഒരു കോഎക്സിസ്റ്റൻസ് ടു ഹാർമണി, ഈ പ്രകൃതി സംരക്ഷണത്തിന്റെ എന്താണ് അന്തിമമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക? കാരണം കോൺഫ്ലിക്റ്റ് മനുഷ്യനെ പ്രകൃതിയിൽ നിന്ന് അകറ്റുന്നുണ്ട്, മനുഷ്യ മനസ്സുകൾ. കാരണം ഈ നറേറ്റീവ്സ് ഇങ്ങനെ വരുമ്പോൾ. പക്ഷെ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഹാർമണിയാണ്. കോഎക്സിസ്റ്റൻസ് ടു ഹാർമണിയാണ് നമുക്ക് വേണ്ടത്. ഈ ഹാർമണി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യേണ്ട കാര്യമാണ്. അതിൽ കുറച്ചു പേരെ ഒറ്റപ്പെടുത്തിയോ അതല്ലെങ്കിൽ കുറെ മൃഗങ്ങളെ വെടിവെച്ചു ഒന്നും നമുക്ക് ഹാർമണി ഉണ്ടാക്കാൻ പറ്റും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവസാനം ഇതെല്ലാം കൊന്നു തീർത്തിട്ട് ഒരു വന്യമൃഗവും ഒരു മനുഷ്യനോട് ബാക്കിയാകുന്നുണ്ടെങ്കിൽ there will be man and conflict again. കോൺഫ്ലിക്റ്റ് പിന്നെയും വരും. കാരണം ഈ വയനാട്ടിലൊക്കെ എന്താ സംഭവിക്കുന്നത്? ആനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൃഷി സ്ഥലങ്ങളാണ് സ്ഥലമാണ് നമ്മുടെ കൃഷിയിടങ്ങൾ. ബുഫേ അവിടെ കൊടുക്കുന്നുണ്ട്. അതിൽ പൈനാപ്പിൾ കൃഷിയുണ്ട്. കാടിന്റെ ഓരത്ത് പൈനാപ്പിൾ കൃഷി തന്നെ ചെയ്യും എന്ന് വാശി നമ്മൾ പിടിക്കാതിരിക്കുക. 5 കിലോമീറ്റർ അകലെ നിന്ന് വരെ ആനകളെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അത്തരം കോൺഫ്ലിക്റ്റുകൾ വരുന്നുണ്ട്. അപ്പൊ കൺസർവേഷൻ ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഹാർമണി ബിറ്റ്വീൻ മാൻ ആൻഡ് ലാൻഡ്. അതാണ് ആൽഡോ ലെപ്പേർഡിന്റെ ഒരു വാക്ക്. കൺസർവേഷൻ എന്ന് പറയുന്നത് എ സ്റ്റേറ്റ് ഓഫ് ഹാർമണി ബിറ്റ്വീൻ മെൻ ആൻഡ് ലാൻഡ്. ഈ ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാം വന്നു. മനുഷ്യനെ കുറച്ച് വേറിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ലാൻഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ മണ്ണാണ്, സൂക്ഷ്മജീവികളാണ്, കാടാണ്, പുഴയാണ്, ആനകളാണ്, കടുവകളാണ്, ലെപ്പേർഡാണ്, എല്ലാം ഉണ്ട് അതിനകത്ത്. ഇത് തമ്മിലുള്ള ഒരു ഹാർമണിയാണ് നമ്മൾ കൺസർവേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഇന്ന് വേൾഡ് കൺസർവേഷൻ ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താണ് കൺസർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ഹാർമണി ബിറ്റ്വീൻ men and land.
ഈ പ്രകൃതിയും മനുഷ്യനുമായിട്ടുള്ള ഒരു ഹാർമണിയാണ് കൺസർവേഷൻ എന്ന് പറയുന്നത്. ആ ഹാർമണിയിലേക്ക് നമ്മൾ എങ്ങനെ എത്തും എന്നുള്ളതാണ്. അപ്പൊ അതില് ഈ സാൻകോണ്ടി ആൽമനാക്കിൽ ആൽഡോലിയെ കൊണ്ട് പറയുന്ന മറ്റുണ്ട്. ഇതിന് 1949 എ തിങ് ഈസ് റൈറ്റ് when it tends to preserve the integrity, stability and the beauty of the biotic community. It is wrong when it tends otherwise. ഇത് മനസ്സിലാക്കണം. നമ്മൾ ഡീപ് ഇക്കോളജി നോളജ് വേണം. ഡീപ് ഇക്കോളജിയിലുള്ള ഒരു നോളജ് കൊണ്ട് മാത്രമേ നമുക്ക് എന്താണ് ഇന്റഗ്രിറ്റി, സ്റ്റെബിലിറ്റി ആൻഡ് ദി ബ്യൂട്ടി ഓഫ് ദി ബയോട്ടിക് കമ്മ്യൂണിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് പ്രിസർവ് ചെയ്യുന്ന തരത്തിലാണ് നിങ്ങളുടെ ഒരു ആക്ടിവിറ്റി എങ്കിൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ ശരിയാണ് ചെയ്യുന്നത്. ഇഫ് ഇറ്റ് ഈസ് റോങ് വെൻ ഇറ്റ് ടെൻസ് അതർവൈസ്. ഇതല്ല, നിങ്ങൾ സ്റ്റെബിലിറ്റി, ബ്യൂട്ടി ആൻഡ് ഇന്റഗ്രിറ്റി ആൻഡ് ബ്യൂട്ടി ഓഫ് ദി ബയോട്ടിക് ഇങ്ങനെ നശിപ്പിക്കുന്ന രീതിയിലോ നഷ്ടപ്പെടുന്ന രീതിയിലാണോ നിങ്ങളുടെ ആക്ടിവിറ്റി എങ്കിൽ ഇറ്റ് ഈസ് റോങ്. അപ്പൊ ശരി എന്ത് തെറ്റെന്ത് നമ്മൾ തിരിച്ചറിയണം. എങ്കിൽ മാത്രമേ ആ ഒരു ഹാർമണി ബിറ്റ്വീൻ മെൻ ആൻഡ് ലാൻഡ് വരുള്ളൂ. ആ ഹാർമണി വരിക എന്നുള്ളതാണ് കൺസർവേഷൻ. നത്തിങ് ബട്ട് കൺസർവേഷൻ അത്രയേ ഉള്ളൂ. ഈ ഒരു ഹാർമണി നിലനിർത്തുന്നതിനാണ് നമ്മൾ കൺസർവേഷൻ എന്ന് പറയുക. അപ്പൊ ഈ വേൾഡ് കൺസർവേഷൻ ഡേയിൽ നമ്മൾ ഓർക്കേണ്ടതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും നമ്മൾ പ്രവർത്തിക്കേണ്ടതും ആയ ഒരു മേഖല ഏതാണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. There will be harmony between men and land. Otherwise, it is a conflict. ആ കോൺഫ്ലിക്റ്റിലേക്ക് നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നിലനിൽപ്പില്ല, ബുദ്ധിമുട്ടാണ്. ഒരു എക്കോസിസ്റ്റത്തിന്റെ ആവാസ വ്യവസ്ഥ നിലനിർത്തണമെങ്കിൽ ഹാർമണി മസ്റ്റാണ്. അതല്ലെങ്കിൽ സ്പീഷീസുകളുടെ നാശം വരും. അന്തിമമായിട്ട് ഈ വലിയ വലക്കണ്ണിയിൽ ഓരോരോ കണ്ണിയായിട്ട് നഷ്ടപ്പെടുമ്പോൾ അന്തിമമായിട്ട് സിയാച്ചിൽ മൂപ്പൻ പറഞ്ഞ പോലെ മനുഷ്യനും ഈ ഭൂമുഖത്തും തുടച്ചു മാറ്റപ്പെടും എന്നുള്ളതാണ്. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ ഹാർമണി നിലനിർത്താനായിട്ടുള്ള പ്രവർത്തനം ബോധപൂർവം നമ്മുടെ കയ്യിൽ നിന്നുണ്ടാവണം. നമുക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി ഒരു വന്യമൃഗത്തിനും ചെയ്യാൻ പറ്റില്ല. ഇത് ബോധപൂർവമായിട്ടുള്ള പ്രകൃതിയെ നിലനിർത്താനുള്ള മൃഗങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ മനുഷ്യന് മാത്രമേ പറ്റുള്ളൂ. മൃഗത്തിനും വേണ്ടി സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഈ ബോധമണ്ഡലത്തിൽ നിന്നും അതുണ്ടാവണം, എങ്കിൽ മാത്രമേ നിലനിൽക്കുള്ളൂ. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സമയം അതിക്രമിക്കുന്നതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, താങ്ക് യു സർ. വളരെ വിശദമായിട്ടുള്ള വളരെ ഉൾക്കാഴ്ച തരുന്ന ഒരു പ്രസന്റേഷൻ ആയിരുന്നു സർ. സർ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഈ വിഷയത്തില് ഏറ്റവും ബേസ് പറയുന്നുണ്ട്. എല്ലാ ജീവികളോടും ജീവജാലങ്ങളോടും കമ്പാഷൻ പറയുന്നിടത്ത് തന്നെയാണ് ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത്. അത് തന്നെ. പിന്നെ സർ പറഞ്ഞ മറ്റൊരു കാര്യം, ഫോൾസ് നറേറ്റീവ്സിന്റെ പിന്നാലെ പോകാതെ ഏതൊരു ഇമീഡിയറ്റ് ആയിട്ട് കാണുന്ന ഏതൊരു ബ്രേക്കിംഗ് ന്യൂസിന്റെയും പിന്നിൽ നമ്മൾ വീണ്ടും ഒരു റീറീഡിങ്ങും ഫാക്ട് ചെക്കും നടത്തേണ്ടതും ഇന്നത്തെ ഈ ഒരു കാലഘട്ടം ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ ഓരോ സിറ്റിസന്റെയും ഒരു അത്യാവശ്യം വേണ്ടുന്ന ഒരു ബോധം കൂടി അതിന്റെ പിന്നിൽ ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നു. സർ പറഞ്ഞു വെക്കുന്നതിനകത്തൊന്നും ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്ന ഈ രണ്ട് കാര്യങ്ങളാണ്. ബാക്കിയെല്ലാം അതിനോട് കണക്ട് ചെയ്തും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. താങ്ക് യു സർ. നമ്മളുടെ പാർട്ടിസിപ്പൻസിന് ഈ ഒരു ഡിസ്കഷൻ ടൈമിൽ 5-10 മിനിറ്റ്സ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ സാറിനോട് ചോദിക്കാവുന്നതാണ്. ദ ഫ്ലോർ ഇസ് ഓപ്പൺ ടു ഡിസ്കഷൻ. ആരും കേൾക്കുന്നുണ്ടോ? എത്ര പാർട്ടിസിപ്പൻസ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല, ഞാൻ നോക്കിയില്ല. 63 ആണ് ഇപ്പൊ കാണിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഗുഡ് ഈവനിങ് സാർ. ഇതൊരു ക്വസ്റ്റ്യൻ അല്ല, ഇതൊരു പ്രസന്റേഷനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായമാണ് സാർ. തീർച്ചയായിട്ടും. ശരിക്കും സാറിന്റെ പ്രസന്റേഷൻ കേട്ടപ്പോ ഞങ്ങൾക്ക് മനസ്സിലായത് ഇതൊന്നും കാട് എന്ന് പറയുമ്പോൾ കാടിന്റെ ഉള്ളിലെ പ്രശ്നങ്ങളല്ല, മറിച്ച് ആ മാർജിനിൽ അല്ലെങ്കിൽ ആ ഇൻഫ്രിഞ്ചിലുള്ള പ്രശ്നങ്ങളാണ്. അവിടെ ജീവിക്കുന്ന വളരെ താഴ്ന്ന ലെവലിൽ ജീവിക്കുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങളും അവര് അഭിമുഖീകരിക്കുന്ന അവിടെയാണ് ഒരു വൈൽഡ് ലൈഫ് മാൻ കോൺഫ്ലിക്റ്റ് വരുന്നത്. പക്ഷെ നരേഷൻ എപ്പോഴും ഇൻസൈഡ് ദ ഫോറസ്റ്റ് ആയിട്ട് മാറുമ്പോൾ ഈ ഒരു പ്രസന്റേഷൻ ശരിക്കും അങ്ങനെ ഒരു തോട്ടിലോട്ട് ഞങ്ങളെ നയിച്ചു. ദാറ്റ്സ് എ വണ്ടർഫുൾ പ്രസന്റേഷൻ സർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. സർ, ഒരു പാർട്ടിസിപ്പന്റ് നമ്മുടെ ചാറ്റ് ബോക്സിൽ സെന്ന സ്പെക്ടാബിലിസിനെ കുറിച്ച് കൂടുതൽ വിശദമാക്കാമോ എന്ന് ചോദിക്കുന്നു. അത് പറയാനുള്ളത്, സെന്ന സ്പെക്ടാബിലിസ് എന്ന് പറഞ്ഞത് ഒരു എക്സോട്ടിക് മരമാണ്, സൗത്ത് അമേരിക്കൻ ഒരു മരമാണ്. അത് സത്യം പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ ഫോറസ്ട്രി തന്നെയാണ് ഇന്ത്യയിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്.
ഒരു വലിയൊരു അവന്യൂ ട്രീ ആയിട്ട് നല്ല പൂക്കളാണ്, മഞ്ഞ പൂക്കളാണ് അതിന്റെ, നമ്മുടെ കൊന്ന പൂക്കൾ പോലെ മഞ്ഞ പൂക്കളാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വെച്ച് പിടിപ്പിച്ചു തുടങ്ങി. പക്ഷെ അന്ന് ആർക്കും അറിയില്ല ഇതൊരു രാക്ഷസ വൃക്ഷമായിട്ട് മാറും എന്നുള്ളത്. കാരണം അതിന്റെ വിത്തുകൾ വീണിട്ട് മുളക്കാൻ തുടങ്ങിയപ്പോൾ അത് ഇൻവേസീവ് ആണ്. ഇൻവേസീവ് എന്ന് വെച്ചാൽ അധിനിവേശമാണ്. ബാക്കി നേറ്റീവ് ആയിട്ടുള്ള എല്ലാ ചെടികളെയും സപ്രസ് ചെയ്തിട്ട് അത് മാത്രമേ വരുള്ളൂ. ഞാനതൊരു ചിത്രം കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്, അതെങ്ങനെയാണ് സപ്രസ് ചെയ്യുന്നതെന്ന് ഉള്ളതിന്റെ. കാരണം അത് ഇതാണ് ആ സാധനം. ഇത് മുഴുവനും സപ്രസ് ചെയ്ത് മേലെ കാനോപ്പി ലെവലിൽ ഇതിനേക്കാളും വലിയ കാനോപ്പി ആയി ഇതിന്റെ വിത്തുകൾ മുളക്കുന്നത് ഈ തരത്തിലാണ്. മൊത്തം അതിന്റെ വിത്ത് മാത്രമേ മുളക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താ പറ്റുകയെന്ന് വെച്ചാല് നമ്മുടെ കാട്ടുമൃഗങ്ങൾക്കും ഒക്കെ തിന്നേണ്ട ഒരുപാട് സ്പീഷീസുകൾ, പല മരുന്ന് ചെടികൾ നമുക്ക് ആവശ്യമുള്ള ഇതൊന്നും ആ കാട്ടിൽ വരുന്നില്ല, സെന്ന മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന്റെ ഒരു മോണോകൾച്ചറായിട്ട് മാറുകയാണ്. ആ മോണോകൾച്ചർ മാറുമ്പോൾ മൃഗങ്ങൾ മുഴുവനും അവിടുന്ന് പുറത്തു പോകേണ്ട അവസ്ഥ, തൊട്ടപ്പുറത്ത് കോൺഫ്ലിക്റ്റ് തുടങ്ങുന്നു മനുഷ്യനായിട്ട്, അതിനെതിരെ വലിയ പ്രതികരണങ്ങൾ വരുന്നു, വലിയ പ്രശ്നങ്ങളാണ് വരുന്നത്. വലിയ പ്രശ്നത്തിലേക്ക് എത്തിക്കുകയാണ് ഇത്തരം ഇൻവേസീവ് സ്പീഷീസ്. അതാണ് മഞ്ഞക്കൊന്നയുടേത്. മഞ്ഞക്കൊന്ന വയനാടിന് അപ്പുറത്തുള്ള മുതുമലയിലും ബന്ദിപ്പൂരിലും ഒക്കെ നിറയുണ്ട്. പക്ഷെ ഇതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് മനുഷ്യ സാധ്യമാണോ എന്ന് എനിക്ക് അറിയില്ല. ഒരുപാട് പേര് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോഴും ഇത് ബാക്കി പല സ്ഥലത്തും ഇപ്പൊ അപ്പിയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് തിരുവനന്തപുരം. ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. തേക്കടി മറ്റേ ഇടുക്കി ജില്ലയുടെ ചില ഭാഗത്തൊക്കെ ഇൻവേഡ് ചെയ്യുന്നുണ്ട്, പാലക്കാടിന്റെ ചില ഭാഗത്ത് ഇൻവേഡ് ചെയ്തിട്ടുണ്ട്. ഇത് വലിയൊരു പ്രശ്നമായിട്ട് ഭാവിയിൽ മാറുകയാണ്. വലിയ പങ്കാളിത്തത്തോടെ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് പറയാനുള്ളത്. സാറേ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഓക്കെ. കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, അപ്പൊ ഇപ്പൊ ഒരു ന്യൂസ് ഞാൻ ഗൂഗിളിൽ കണ്ടതാണ്, എനിക്ക് ശരിയാണോന്ന് അറിയില്ല. ഈ സെറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഇൻസെക്ട് ബോററിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ, അത് കറക്റ്റ് ആണോ സർ? അതിനെ കുറിച്ച് അറിയൂ. അതിന്റെ ഒരു ഇഫക്റ്റീവ്നെസ് ഒക്കെ സംശയത്തിലാണ്. അങ്ങനെ ഒരു ഇൻസെക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അത് എന്തുമാത്രം സക്സസ്ഫുൾ ആണെന്നുള്ളത് ഇപ്പോഴും ഒരു എക്സ്പെരിമെന്റ് കണ്ടീഷനിലാണ്. ഇനി നാളെ വേറൊന്നും അറിയാം. ഇത് സെന്നയെ മാത്രമേ നശിപ്പിക്കുകയുള്ളൂ, അത് നമുക്ക് ആവശ്യമുള്ള കപ്പിച്ചെടിയിലും അപ്പുറത്തുള്ള മറ്റുള്ള പ്ലാന്റ്സിലും ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഇൻക്ലൂഡിങ് കണിക്കൊന്ന പോയിട്ട് അതിനെ നശിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ എത്തും എന്നൊന്നും അറിയില്ല. അങ്ങനെയൊന്നും അത് ഇൻവേസീവ് ആവാം, പിന്നീട് അത് ഇതിനേക്കാളും ഭീകരനായിട്ട് മാറാം. അതെ, സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നു ആദ്യം. വിത്ത് വീണ് തന്നെയാണ് ആദ്യം മുളക്കുക. പക്ഷെ ഇതിനെ നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ കോപ്പീസ് ചെയ്യും. അത് ഈ കാണുന്ന എല്ലാം കോപ്പീസിങ് സാധനമാണ്. നമ്മൾ വെട്ടിക്കളഞ്ഞാൽ അതിന്റെ താഴെ നിന്ന് 100 വേറെ വരും. പിന്നെ വേരിന്റെ കഷ്ണങ്ങൾ അതിൽ നിന്ന് വരും. എല്ലാം വരുന്നുണ്ട്. റൂട്ട് സക്കേഴ്സ് നിന്ന് വരുന്നുണ്ട്. എങ്ങനെ വരും? ഈ രാക്ഷസ വൃക്ഷങ്ങളുടെ ഒരു പ്രത്യേക സ്വഭാവം അത് എവിടെ നിന്നും വരും. തണ്ടിന്ന് വരും, തടിയിൽ വരും, താഴേന്ന് വരും, അതിന്റെ വിത്ത് വീണ് വരും. ഇവിടെ ഞാൻ ഗുരുവായൂരിന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഗുരുവായൂര് ഈ പ്ലാന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഗുരുവായൂരുണ്ട്, പട്ടാമ്പി ഉണ്ട്, ഇപ്പൊ പല സ്ഥലങ്ങളിലും ഈ ഒരു തിരുവനന്തപുരത്ത് ഞാൻ താമസിക്കുന്ന കോമ്പൗണ്ടിന്റെ അടുത്ത് നിറയെ വന്നിരിക്കുകയപ്പോ അത് ഞാനിങ്ങനെ പറിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയപ്പോ എല്ലായിടത്തും വന്നിട്ടുണ്ട്. കാട്ടിലേക്ക് ഇൻവേസീവ് എവിടെ അതുണ്ടോ അവിടെ നിന്ന് വിത്തുകൾ കാറ്റത്ത് പറക്കുകയാണ് ചെയ്യുക. വിത്തല്ല, അതിന്റെ കായ അങ്ങനെ തന്നെ പറയും. വളരെ തിന്നായിട്ടുള്ള ഒരു സാധനമാണ്. ഒരു 10-50 മീറ്റർ അകലെ പോയി വീഴുന്ന കണ്ടിട്ടുണ്ട് ഞാൻ. അവിടെ ഇത് ആദ്യത്തെ മഴക്ക് തന്നെ മുളക്കും. മൊത്തം ഇതിന്റെ തൈകൾ വരും. ഒരു കായ്ക്കകത്ത് ഒരു 8-10 വിത്ത് ഉണ്ടാവും. അതെല്ലാം മുളക്കുന്നുണ്ട്. അങ്ങനെ മുളച്ചു തുടങ്ങി കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ്. മെഡിസിനൽ പ്രോപ്പർട്ടീസ് എല്ലാം ഉള്ളതായിട്ട് അറിയില്ല. മെഡിസിനൽ പ്രോപ്പർട്ടി ആരെങ്കിലും അത് ഗവേഷണം നടത്തിയിട്ടുണ്ടോ എനിക്കറിയില്ല. എനിവേ ബാക്കി എല്ലാത്തിനും സപ്രസ് ചെയ്യുന്നുണ്ട്. മൃഗങ്ങൾക്ക് എഡിബിൾ അല്ല. അതുകൊണ്ട് മൃഗങ്ങൾ ഇവിടുന്ന് എല്ലാം പുറത്തു കടക്കേണ്ട ഒരു ഗതികേട്ടിലാണ്. ഇത് മാത്രമല്ല, ഇതൊരു സെന്നയുടെ കാര്യം. വേറെയും സ്പീഷീസുകൾ വരുന്നുണ്ട് പുതുതായിട്ട്. മറ്റേ ധൃതരാഷ്ട്ര പച്ച എന്ന് പറഞ്ഞൊരു സാധനം കാട്ടിനകത്ത് പലയിടത്തും മുഴുവനും കെട്ടിപ്പിടിച്ച് ധൃതരാഷ്ട്ര ആലിംഗനം നടത്തിയിട്ട് മരങ്ങളെ കൊല്ലുന്ന ഇതല്ല. പക്ഷെ അതിനേക്കാളൊക്കെ ഭീകരനായത്. ധൃതരാഷ്ട്ര പച്ചയൊക്കെ റിമൂവ് ചെയ്യാൻ പിന്നെയും വഴികളുണ്ട്. പക്ഷെ ഇതിന് ഒരു വഴിയില്ല. ഗുരുവായൂരപ്പൻ ഒരു ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ചോദിച്ചോളൂ ഗുരുവായൂരപ്പൻ ജി. ഗുരു എന്താണ്? ഗുരു ഉണ്ടെന്ന് ഞാൻ കണ്ടു ഇതില്. ഗുരു എന്ത് പറയുന്ന? ഗുരു ഇതിലൊക്കെ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഗുരു ഇതിനൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ്. ഗുരുവിനെന്തും പറയാനുണ്ടോ?